എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്നറിയാം. ഇന്ന് എനിക്ക് ഇവിടെ രാവിലെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് SPG ഒരുക്കി തരുന്ന ഓരോ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ വലിയ ഒരു ഊർജം തന്നെയാണ്. അതിന്റെ ഫൗണ്ടർ മനോജ് സാറിനും ഫാമിലിക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എന്നെ പരിചയപ്പെടുത്താം, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് പപ്പൻ, തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയാണ് താമസിക്കുന്നത്. ഞാൻ ഒരു കോൺട്രാക്ടർ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുന്നത്. ഒരു പ്രോഗ്രാം കണ്ട സമയത്ത് ഈ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലായി. അന്ന് മുതൽ CSI ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന വ്യക്തി ഒരു വ്യാഴവട്ട കാലം ടീച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുകയും അതോടൊപ്പം കോളേജ് അധ്യാപകർക്കും ട്രെയിൻ മേഖലയിൽ കേരളത്തിനകത്തും പുറത്തുമായി പല ഭാഷകളായി ബിസിനസ് ട്രെയിനിങ് ആയിക്കോട്ടെ, സ്പെഷ്യൽ മേഖല ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും വളരെ കഴിവ് തെളിയിച്ച പവർഫുൾ ലീഡർ, ഒരു വലിയ ടീമിനെ അയച്ചുകൊണ്ടിരിക്കുന്ന SPGയുടെ തന്നെ മിന്നും താരമായ ലീഡർ, മുബിൻ സാർ വരെ ഡയമണ്ട് എന്ന് സൂചിപ്പിച്ച ലീഡർ. എല്ലാവരും വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും കേൾക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു നിലയ്ക്കും ഒഴിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ലീഡറാണ് അദ്ദേഹം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ ബിസിനസ് സീരിയസ് ആയി ഏറ്റെടുത്ത് ചെയ്യുന്നു. സാറിന്റെ വിലപ്പെട്ട വാക്കുകൾ നമുക്ക് കേൾക്കാം. വെൽക്കം ഇസ്മായിൽ സാർ. Good morning all of you. Very happy and lovely morning to all of you. വളരെ വണ്ടർഫുള്ളി നൈസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ മിസ്റ്റർ പപ്പൻ സാർ. ഹി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ പില്ലർ ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഫോർ സക്സസ് ബറി ഗ്ലോബൽ ആൻഡ് MI ലൈഫ് സ്റ്റൈൽ. പപ്പൻ സാറെ പോലെയുള്ള പവർഫുൾ ലീഡർമാരാണ് നമ്മുടെയൊക്കെ എനർജി എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, നമ്മൾ സാധാരണഗതിയിൽ ഈ ഇൻഡസ്ട്രിക്ക് പറയുന്ന റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ് എന്ന പദത്തിനൊക്കെ ഏറ്റവും തുടക്കത്തിൽ തന്നെ വന്ന് ആ ജോയിൻ ചെയ്ത ഒപ്പ് ചാർത്തിയ ആ സെക്കൻഡ് തൊട്ട് ഒരാളുടെ പേര് ചൂണ്ടാനാകുമെങ്കിൽ അത് പപ്പൻ സാറെ പോലെയുള്ള ഗ്രേറ്റ് ലീഡേഴ്സാണ്. താങ്ക് യു, വണ്ടർഫുള്ളി ഇൻട്രൊഡ്യൂസ്. ഈസ് നൗ TC ആൻഡ് ഗോയിങ് ടച്ചിങ് ATC നൗ. ഓക്കെ, എനിവേ ഹാപ്പി ആൻഡ് ലവ്ലി മോർണിംഗ് വൺസ് അഗെയിൻ. നല്ല നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ. ഫസ്റ്റ് ഓഫ് ഓൾ അൽഹംദുലില്ലാ, ഞാൻ ഈ ഒരു വിജയത്തിലേക്കും ഈ ഒരു സംരംഭത്തിലേക്കും ദിവ്യമായിരിക്കുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ കൈപ്പിടിച്ച റബ്ബിന് ആൻഡ് ആൾസോ എൻ്റെ ലീഡർമാർക്കും ബിഗ് സല്യൂട്ട് ആൻഡ് ബിഗ് താങ്ക്സ്. ആൻഡ് ആൾസോ ഫസ്റ്റ് ഓഫ് ഓൾ മൈ ഗ്രേറ്റ് സ്പോൺസർ, മൈ മെൻറ്റർ, മൈ ഗ്രേറ്റ് ലീഡർ ഷുഐബ് സാർ ആൻഡ് എൻറ്റയർ മൈ ലീഡേഴ്സ് ആൻഡ് മൈ സക്സസ് പാർട്ട്നേഴ്സ്, ആൻഡ് ആൾസോ ഈ മഹത്തായ സക്സസ് ബറി ഗ്ലോബലിൻ്റെ മഹത്തായിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ് മോർണിംഗ് ടൈമിൽ തന്നെ ഏവർക്കും ഹൃദ്യമാകുന്ന രൂപത്തിലും അതേപോലെ തന്നെ നമ്മളുടെയൊക്കെ സെൽഫ് ഡെവലപ്മെൻറ്റിനൊക്കെ ഉതകുന്ന രൂപത്തിൽ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഈ മഹത്തായ ഹൈ ഫ്ലൈസ് മോർണിംഗ് മീറ്റ്, ഈ ഒരു പഞ്ചും പവറും നിറഞ്ഞിരിക്കുന്ന ഒരു എംപവറിങ് സെഷൻ നമുക്ക് സന്നദ്ധമാക്കിയ എല്ലാ ദിനങ്ങളും നമ്മളെ കൃത്യമായിട്ട് എനർജൈസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഒന്നുകൂടെ ഒരു ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ ഒരു എനർജി തന്ന നമ്മുടെ സക്സസ് ബറി ഗ്ലോബൽ ഫൗണ്ടർ ഫാമിലീസ് മനോജ് സാർ, ലത മേഡം ആൻഡ് ആൾസോ മൈ ഗ്രേറ്റ് ഓൾ അതർ ലീഡേഴ്സ്, എസ്പെഷ്യലി മൈ ഗ്രേറ്റ് പാർട്ട്നേഴ്സ്, ആസ് ഐ കോൾ ദം ട്രില്ലനീസ് എന്ന് വിളിക്കുന്ന എൻ്റെ പ്രധാന ടീംസ്, അതേപോലെ തന്നെ എൻ്റെ സക്സസ് പാർട്ട്നേഴ്സ് ആകുന്ന SBGയുടെ എല്ലാ ചുണക്കെട്ടുകളെയും സ്നേഹത്തോടെ, നന്ദിയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, എല്ലാവിധ നിങ്ങൾക്കുള്ള എല്ലാ ക്വാളിറ്റിയോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു. നിങ്ങൾക്കൊക്കെ അതിനുവേണ്ടി നന്ദിയും പ്രാർത്ഥനയും നൽകി ഈ മഹത്തായ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സ്ലൈഡ് വെച്ച് പറയണമെന്നാണ് ഈ സബ്ജക്റ്റ് കരുതിയത്. പക്ഷേ എനിക്ക് മനസ്സിലായി ആ സ്ലൈഡ് നോക്കുമ്പോൾ ഏകദേശം അത് 80 സ്ലൈഡ് അല്ലെങ്കിൽ 90ൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് സ്ലൈഡ് ഉണ്ട്. അത് പറഞ്ഞെത്താൻ പറ്റിയ ഒരു ആരോഗ്യസ്ഥിതിയും അല്ല, സമയം അതിന് മതിയായതുമല്ല. അതുകൊണ്ട് ഞാൻ വിത്തൗട്ട് സ്ലൈഡ് ആവട്ടെ എന്നുള്ള ലെവലിൽ കരുതി. സബ്ജക്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മെൻറ്ററിങ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റാണ്. ഈ ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും കാതലായൊരു വാക്ക് തന്നെയാണ് മെൻറ്ററും മെൻറ്ററിങ്ങും. സോ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ടാകും. എന്നേക്കാൾ ഭംഗിയിൽ പറയാൻ അറിയുന്ന ആളുകളാണ് നിങ്ങളുടെ ഓരോ ലീഡർമാരും, നിങ്ങളുടെ STC ആൻഡ് അബോ ലീഡർമാർ എസ്പെഷ്യലി ആൻഡ് എൻറ്റയർ ലീഡേഴ്സ് ആൾസോ. ആ ലീഡർമാരോട് ചോദിച്ചു വേണം ഇതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എനിക്ക് തര്യപ്പെടുത്തണമെന്ന് തോന്നിയ ചില മേഖലകളും അല്ലെങ്കിൽ ചില ചിന്തകളും മാത്രം പങ്കുവെക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. സോ നമുക്കൊക്കെ അറിയാം, മെൻറ്ററിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ മെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതാണോ? എപ്പോഴും ലീഡർമാർ പറയുന്നൊരു വാക്കാണ്, നിങ്ങളെ മെൻറ്ററെ പോയി കാണും, മെൻറ്ററുമായിട്ടിരിക്കും, മെൻറ്ററിങ് നടക്കും, മെൻറ്ററിങ് കറക്റ്റാണോ, ബിസിനസ് എന്തുകൊണ്ട് ബാക്ക്വേർഡായി, നിൻ്റെ മെൻറ്ററുമായിട്ട് ഇരുന്നില്ലേ?
ഈ ചോദ്യങ്ങൾ നമ്മൾ എന്നും ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആക്ച്വലി ഈ മെൻറ്ററിങ് എന്ന പ്രസ്ഥാനം ലോകത്ത് എത്ര മണ്ട് സമ്പന്നമാണ് എന്ന് നോക്കിയാൽ ലോകത്ത് വിജയിച്ച ഒരു പടി ആളുകളെ ഞാൻ ഒന്ന് രണ്ട് ആളുകളുടെ പേര് മാത്രം സൂചിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ സുക്കർബർഗിൻ്റെ മെൻറ്ററായിരുന്നു സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക മീഡിയകളിലൊക്കെ തിളങ്ങി നിന്നൊരു വ്യക്തിയായിരുന്നു ഒഫ്ര വിൻഫ്രി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ലേഡി ലീഡർ. അദ്ദേഹത്തിൻ്റെ മെൻറ്ററായിരുന്നു മായ എഞ്ചിലിയോൺ എന്ന് പറയുന്ന ഒരു മഹത്തായ ലേഡി. അതേപോലെ തന്നെ വാരൻ ബഫറ്റിൻ്റെ മെൻറ്ററിങ്ങിലാണ് നമ്മുടെ ബിൽ ഗേറ്റ്സുമാർ ലോകത്തിലെ ഇതിഹാസങ്ങൾ തീർത്തത്. അതേപോലെ തന്നെ നമുക്കൊക്കെ അറിയാം അരിസ്റ്റോട്ടിൽ ചിന്താമണ്ഡലത്തിൻ്റെയും തത്വജ്ഞാനത്തിൻ്റെയും പറുദീസകൾ നമുക്ക് തീർത്ത അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയുടെ മെൻറ്റർഷിപ്പിലായിരുന്നു വളർന്നത്. അതേസമയത്ത് പ്ലാറ്റോ വളർന്നതായിരുന്നെങ്കിൽ സോക്രട്ടീസിൻ്റെ മെൻറ്റർഷിപ്പിലായിരുന്നു വളർന്നത്. എന്തിനേറെ വിപ്ലവത്തിൻ്റെ ഇതിഹാസങ്ങൾ തീർത്ത് ആഫ്രിക്കൻ ജനതയുടെ കണ്ണിലുണ്ണിയായി മാറിയ നെൽസൺ മണ്ടേലമാർ വളർന്നത് മഹാത്മാഗാന്ധിയുടെ മെൻറ്റർഷിപ്പിലായിരുന്നു. അതേപോലെ അപ്പം മഹാത്മാഗാന്ധി ഓർമ്മ ശരിയാണെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ മെൻറ്റർഷിപ്പിലായിരുന്നു വളർന്നത്. നമുക്കറിയാൻ പറ്റും അത് എവിടെയും മെൻറ്റർഷിപ്പ് ഉണ്ട്. അത് രാഷ്ട്രീയത്തിലാവട്ടെ ബിസിനസ്സിലാവട്ടെ. ഈവൻ ദോ നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ക്രിക്കറ്റ് മേഖലയിലെ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഷെവാഗ് എന്ന വ്യക്തിയുടെ മെൻറ്ററിങ്ങിൽ നിന്നത്. ഇതൊക്കെ അവിടെ ഇൻ്റർവ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാൻ പറ്റും 400 ചില്ലാനം കമ്പനി ലോകത്ത് നടക്കുന്ന റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന വ്യക്തി സർ ഫ്രെഡി ലേക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ മെൻറ്റർഷിപ്പിലായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എവിടെ നോക്കിയാലും സാങ്കല്പിക കഥ എഴുതിയ ഇംഗ്ലീഷ് ലോകത്തിൻ്റെ ഇതിഹാസമായിട്ട് ഒരു നേരത്തെ അഷ്ടിക്ക് വകയില്ലാണ്ട് തൻ്റെ കഷ്ടപ്പാട് നീർക്കാൻ വേണ്ടി JK റോളിംഗ്മാർ ജന്മം നൽകിയ പ്രസ്ഥാനമാണ് ഹാരി പോട്ടർ. ഈ ഹാരി പോട്ടർ എന്ന് പറയുന്ന ലോകത്തെ പിടിച്ചു കുലുക്കിയ ഈ കഥാപാത്രത്തിനും ഡംബിൾഡോർ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഡംബിൾഡോർ എന്ന് പറയുക അദ്ദേഹം മെൻറ്ററായിരുന്നു. ഇന്ന് അദ്ദേഹം അവരുടെ കഥകളൊക്കെ വെച്ച് ഇന്ന് ജീവനോടുള്ളതുപോലെയാണ് ജനത്തിൻ്റെ സംസാരങ്ങളും അതുപോലെ തന്നെയുള്ള ആവേശങ്ങളൊക്കെ. അതേപോലെ തന്നെ നമുക്കൊക്കെ അറിയാം അതുപോലെ നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബരാഖ് ഒബാമക്ക് മെൻറ്ററായി നിന്നത് മിഷയേൽ റോബിൻസൺ എന്നതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മിഷയേൽ ഒബാമ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് സ്വന്തം വൈഫ് തന്നെയായിരുന്നു മെൻറ്റർ. ഇത് കേട്ടുകൊണ്ട് എല്ലാവരും അടുക്കളയ്ക്ക് പോയണ്ട, അതല്ല നിങ്ങളെ മെൻറ്റർ. അത് അങ്ങനെ ആവാൻ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ് മീൻസ് ദാറ്റ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക ലോയൽ സ്റ്റഡി നടക്കുമ്പോൾ അവരുടെ വക്കീൽ പണി എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ലോ ഫേമിൽ നിന്നുള്ള ബന്ധമായിരുന്നു. അന്ന് തൊട്ട് തൻ്റെ ലൈഫിനെ മാറ്റാനും ട്രാൻസ്ഫോം ചെയ്യിക്കാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുത്ത് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ വൈറ്റ് ഹൗസ് മന്ദിരത്തിൻ്റെ തലതൊട്ടപ്പനാകാൻ വരെ തൻ്റെ ഭർത്താവിനെ മുന്നോട്ട് നയിച്ചൊരു ഗ്രേറ്റ് മെൻറ്റർ കൂടിയാണ് വൈഫാകുന്ന മിഷയേൽ ഒബാമ. ഇപ്പോൾ ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു മെൻറ്ററിങ്ങിനകത്തായിരുന്നു. ഈവൻ ദോ അത് വൈഫാവട്ടെ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. സച്ചിൻ ഇന്നേവരെ ലോകത്തൊരു ബ്ലാസ്റ്റിംഗ് ഓപ്പണിംഗ് ലോകത്ത് നടത്തിയ വ്യക്തിയല്ല. അതായത് ഷെവാഗ് എന്ന് പറയുന്നത് നമ്മളുടെ ICC തിരഞ്ഞെടുത്തതാവട്ടെ ലോക ക്രിക്കറ്റ് ചാമ്പ്യന്മാരെ തിരഞ്ഞെടുത്തതാവട്ടെ ലോകത്തിലെ പ്രധാന 11 ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ ഓപ്പണിംഗ് ബാറ്റിങ്ങിലേക്ക് അന്തകാലത്തെ തിരഞ്ഞെടുത്തത് ഷാഹിദ് അഫ്രീദിനെയും ഷെവാഗിനെയായിരുന്നു. പക്ഷേ അദ്ദേഹം മെൻറ്ററിങ് സ്വീകരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. എന്നാൽ സച്ചിൻ ഇതേപോലെ ഓപ്പണിംഗ് ഓവറിൽ വന്നുകൊണ്ട് ഒന്നാമത്തെ ബോൾ 6 അടിക്കുന്ന വ്യക്തിയല്ല. ഞാനിതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു മെൻറ്ററെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ മെൻറ്റർക്ക് നമ്മളത്ര വലിയ കാര്യപ്രാപ്തി ഉണ്ടോ ഇല്ലേ അതൊന്നും ഇവിടെ ചോദ്യമല്ല. നമ്മളെ വളർത്താൻ അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ടോ? സോ ഇവരൊക്കെ വളർന്നതൊരു മെൻറ്ററിങ്ങിലാണെങ്കിൽ എന്തിനാണ് മെൻറ്ററിങ്? ആദ്യം അത് പറഞ്ഞുതരാം. വൈ ദിസ് മെൻറ്ററിങ്? വൈ എന്നതിന് ഉത്തരം ഒന്നേ ഉള്ളൂ നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഡ്രൈവ് ചെയ്യാൻ നിന്നാൽ ഉറപ്പാണ് നമ്മൾ എടിയെത്തില്ല. കാര്യം എന്താണെന്നറിയോ? നമ്മളെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക പറഞ്ഞ് സ്ഥാപിക്കാൻ നിൽക്കൽ. ഇപ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ചലഞ്ച് വരും. കാര്യം ഈ ലോകത്തൊരിക്കലും ചലഞ്ചില്ലാതെ വിജയിക്കാൻ പറ്റില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് ഖുർആൻ പറയുന്നു. നോ പെയിൻ നോ ഗെയിൻ. ഒരിക്കലും നമ്മൾ പെയിൻ എടുക്കാതെ ഗെയിൻ ഉണ്ടാവില്ല എന്ന് ലോക തത്വജ്ഞാനം പറയുന്നു. എന്ന് മാത്രമല്ല ലോകത്ത് എന്തിനും ഒരു എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പ്രതിപ്രവർത്തന ക്രിയകൾ നമ്മൾ പ്രപഞ്ച സയൻസിൽ നിന്ന് പഠിക്കുന്നു. ലോസ് ഓഫ് പൊളാരിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോസ് ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സൽ തിയറി പഠിച്ചിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും ഒന്ന് ഒരു എനർജി ഇട്ടാലേ തിരിച്ചു കിട്ടുള്ളൂ. സോ എന്തായാലും ഒരു പെയിന് നമ്മൾ എടുക്കണം. ഈ പെയിനുകൾ സ്വാഭാവികമായിട്ടും മുന്നിൽ നമുക്ക് മുമ്പിൽ ഒരു ചലഞ്ച് ആയിരിക്കും. ഈ ചലഞ്ചുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓവർകം ചെയ്യാൻ നിന്നാൽ നമ്മളുടെ മെൻറ്ററായാൽ ഒരിക്കലും നമ്മൾ ആ കാര്യം ഓവർകം ചെയ്തു പോകില്ല. കാര്യം എന്താ അറിയോ? നമ്മൾ പ്രശ്നത്തിനകത്താണ്. ഇത് പരിഹരിക്കാൻ നമുക്ക് പുറമേ എന്നുള്ള ഒരാൾ വന്നിട്ട് അയാൾക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സാമ്പത്തിക പ്രശ്നം തലയിൽ എത്തിയിട്ടുണ്ടാവില്ല. നമ്മുടെ കുടുംബ പ്രശ്നം അയാളെ ബാധിക്കുന്നുണ്ടാവില്ല. അയാൾക്ക് ആകെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എനർജൈസ് ചെയ്യാവുന്ന നമ്മളെ വിജയിപ്പിക്കുന്ന ടിപ്സ് മാത്രമേ ബ്രെയിനിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അയാൾക്ക് മുന്നും പിന്നും സൈഡും നോക്കാതെ ഒരു മനസ്താപത്തിൻ്റെ ഉള്ളിൽ നിൽക്കാതെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പറ്റും.
നേരെ മറിച്ച് നമ്മളെ ഡ്രൈവ് ചെയ്താൽ നമ്മളെ മുമ്പിൽ ആദ്യത്തെ ചോദ്യമുണ്ട്, എങ്ങനെ എങ്ങനെ തീരുമാനിക്കല്, എൻ്റെ കട അങ്ങനെ കത്തി നിൽക്കല്ലേ, ഇവിടെ നാട്ടുകാർ മുഴുവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കല്ലേ, എൻ്റെ കുടുംബം ആകെ ഇവിടെ കുളം തോണ്ടി നിൽക്കല്ലേ, പിന്നെ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ലടാ ഇന്ന് നമ്മളോട് നമ്മുടെ ബ്രെയിനിൽ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. ചില ചോദ്യങ്ങൾ ഉള്ളിൽ നിന്ന് വന്നുള്ള പ്രശ്നം അത്. പക്ഷേ പുറമേ നിന്ന് അത് പറയുമ്പോൾ ഹി ഈസ് നോട്ട് ഇൻസൈഡ് ദ പ്രോബ്ലം, ഈസ് ഔട്ട് ഓഫ് ബോക്സ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പറ്റും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ബ്രെയിന് കൊണ്ട് എത്തുന്നില്ലാത്ത സ്ഥലങ്ങളൊക്കെ ചിന്തിച്ചു മനസ്സിലാക്കാൻ മുന്നേ നടന്ന ആളുകളെ സഹായം എടുക്കാൻ പറ്റും. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണ്, അവർ ഈ ബിസിനസ്സിൽ മുന്നേ നടന്ന ആൾക്കാരാണ്. അപ്പോൾ എത്ര സ്ഥലത്ത് കുണ്ടുണ്ട്, കിടങ്ങുണ്ട്, ഏത് സ്ഥലത്തേക്ക് തിരിയണം, ഇത് മുന്നിൽ ട്രാക്ക് പോയ ആൾക്കാരുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സമയലാഭമുണ്ട്, സംഖ്യാലാഭമുണ്ട്, ഒരുപാട് സാഹചര്യപരമായിരിക്കുന്ന ലാഭങ്ങളുണ്ട്. കാര്യം എന്താ, മുന്നേ നടന്ന ആളുകൾക്കല്ലേ കാര്യം അറിയാം. ഞാനൊക്കെ ട്രെയിനിങ്ങിൽ എപ്പോഴും പ്രയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഇളമാൻ കടവറിയില്ല എന്ന്. കാരണം ഇളമാൻക്ക് ഏത് സ്ഥലത്താണ് കടവിലിറങ്ങി വെള്ളം കുടിക്കേണ്ടത്, ക്രോസ് ചെയ്ത് പുഴ പോകേണ്ടതെന്ന് അറിയില്ല. കാരണം വേണ്ടാത്തടത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുതല പിടിക്കും, അല്ലെങ്കിൽ താന്നു പോകും, അല്ലെങ്കിൽ ഒഴുക്കിൽ വിട്ടുപോകും. ഇത് തള്ളമാനാണ് കാണിച്ചു കൊടുക്കുക. സോ ഇളമാൻ കടവറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളെ മുന്നേ സഞ്ചരിച്ച വലിയ രക്ഷിതാക്കളാകുന്ന നമ്മുടെ ലീഡേഴ്സിനെ നമ്മളെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. സോ ആ മെൻറ്ററിങ്ങിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമുക്കൊരുപാട് കൺഫ്യൂഷൻ, അത് അങ്ങനെ ചെയ്യണോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മുന്നേ പോയ ആളുകൾക്ക് സമയത്തെയും റിസ്കിനെയൊക്കെ നമുക്ക് ലാഭിച്ചുകൊണ്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. എന്ന് മാത്രമല്ല, പുറമേ നിന്ന് ഒരാൾ നമ്മളെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വളരാൻ പറ്റും. പട്ടത്തിന് മറ്റൊരാളെ കയ്യിലുണ്ടാകുമ്പോഴാണ് ഉന്നതിയിൽ പറക്കാനും ആ പറന്നത് അങ്ങനെ തന്നെ നിർത്താനും പറ്റുക. മറ്റേത് പട്ടത്തിന് തോന്നും ഞാൻ പൊട്ടിയാൽ നല്ല ഉഷാറായിട്ട് പറക്കുന്നു, പക്ഷേ ആ കയറന്ന് വിട്ടാൽ കുറച്ചൊക്കെ അയാൾ ഫാസ്റ്റായിട്ട് പോകും, പിന്നെ എന്നേക്കുമായിട്ട് കൂപ്പ് കുത്തും. എങ്ങനെ നോക്കിയാലും പുറമേ നിന്നൊരു വ്യക്തി, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ത്വരീക്കത്തിൻ്റെ ഭാഗം പറയുമ്പോൾ അവിടെ ഒരു വലിയ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മുഖ്യ കാര്യദർശി ഉണ്ടായിരിക്കും. എവിടെ നോക്കിയാലും ഒരാൾ മെൻറ്ററിങ്ങിൽ നിൽക്കുന്നുണ്ട്. മൊത്തം ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഒരു സ്റ്റാഫ് സെക്രട്ടറിയോ ഒരു HMO ഒരു മെയിൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളോ കാണുമായിരിക്കും. അദ്ദേഹം അവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളുണ്ടായിരിക്കും. നിങ്ങൾ എവിടെ നോക്കിയാലും ഒരു രാജ്യത്തിനെടുത്താൽ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, ഒരു സംസ്ഥാനത്തിനെടുത്താൽ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും, ജില്ലക്കെടുത്താൽ കളക്ടർ ഉണ്ടാകും, ഒരു പോലീസ് സ്റ്റേഷൻ എടുത്താൽ SI ഉണ്ടാകും. എല്ലായിടത്തും ഒരാൾ മുന്നിന്ന് പട നയിക്കുന്നുണ്ട്. ഈ മുന്നിന്ന് പട നയിക്കാൻ നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കമാൻഡും കൃത്യമായിട്ട് ഗൈഡും തരാൻ പറ്റുന്ന ഒരാൾ മെൻറ്ററാക്കി നിർത്തൽ ഈ ബിസിനസ്സിൻ്റെ മർമ്മമാണ്. ലോകത്ത് വിജയിച്ച മുഴുവൻ മില്ലേനേഴ്സിനും ബില്ലേനേഴ്സിനും സക്സസ് ഉണ്ടാക്കിയ മുഴുവൻ ആളും. അതുകൊണ്ടാണ് ഞാൻ കുറേ ഭാഗങ്ങൾ പറഞ്ഞത്. രാഷ്ട്രീയം പറഞ്ഞു, സ്പോർട്സ് പറഞ്ഞു, ചിന്താധാരകൾ പറഞ്ഞു, സാങ്കല്പിക കഥകൾ വരെ പറഞ്ഞു. അവിടൊക്കെ മെൻറ്ററിങ് ഉണ്ട്. സോ മസ്റ്റായിട്ട് നമ്മളൊരു മെൻറ്ററിൽ നിൽക്കണം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആരെയാണ് മെൻറ്ററാക്കേണ്ടത്. അടുത്തതാണ് മെൻറ്ററിൻ്റെ വൈ പറഞ്ഞു. ഇനി ഹൂ ആണ്, ആരെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ മൈ ലൈഫിൽ ചിന്തിക്കാനുള്ളത്, മൈ ലൈഫ് കിട്ടിയതും SBG കിട്ടിയതും നിങ്ങളിപ്പോൾ അനങ്ങുന്ന ഓരോ പ്രസ്ഥാനങ്ങളുണ്ടാകും. പല പല പേരിൽ നിങ്ങൾ അറിയപ്പെടുന്ന ട്രില്ലേനേഴ്സ് ഉണ്ടായിരിക്കും, ടൈറ്റാൻസ് ഉണ്ടായിരിക്കും, പല പേരും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്തൊക്കെ പേരാവട്ടെ, SBG മലബാർ മില്ലേഴ്സ് ഉണ്ടായിരിക്കും, എനിക്കറിയില്ല, ഒരുപാട് പേര്, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്താവട്ടെ, അതൊക്കെ കിട്ടിയത് നമ്മൾ അന്വേഷിച്ചിട്ടല്ല, നമ്മൾ ഒരിക്കലും അന്വേഷിച്ച് കിട്ടിയതല്ല. ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ദൈവം മോശകരമായി മുൻകാലത്ത് ചെയ്ത നന്മ കാരണത്താലോ എന്തെങ്കിലും ആവട്ടെ നമ്മളെ പ്രപഞ്ചത്തിൻ്റെ തിയറി പ്രകാരം വന്നതാവും. പക്ഷേ ഈ മൈ ലൈഫ് ഞാൻ ഒരിക്കലും നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്, നമ്മളാരും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു ദിവസം സലാം പറഞ്ഞ ഒരാളോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ അവിടെ തന്ന ബിസിനസ്സല്ല ഇത്. നേരെ മറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിൽ നമ്മളായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മളെ മെൻറ്ററെ കണ്ടെത്തലാണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും വി മസ്റ്റ് ഡിസ്കവർ ഓർ വി മസ്റ്റ് സെർച്ച് ഫോർ അവർ മെൻറ്റർ. നമ്മളെ മെൻറ്ററിന് വേണ്ടി നമ്മൾ ഡിസ്കവറി നടത്തിയേ പറ്റൂ. കാര്യം എന്താണെന്നറിയോ, മൈ ലൈഫും SBG മറ്റൊന്ന് മറിച്ചൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി. എങ്ങനെയൊക്കെ പിന്നെ അത് നമുക്ക് വാണ്ടിയിട്ടും കിട്ടിയതല്ല, നമ്മളെ കൊണ്ട് തല്ലി പഠിപ്പിച്ച പോലെയാണ് ചില സ്ഥലത്തുള്ളത്. ചിലവർക്ക് നന്നായിട്ട് അന്വേഷിച്ച് കിട്ടിയതും ഉണ്ടാവാം, ഞാൻ അതും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എനിഹൗ മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ തന്നെയാണ്, ഫ്രീ ആയിട്ടാണ്. സോ നമ്മൾ റിസ്ക് എടുത്ത് കണ്ടെത്തേണ്ടത് നമ്മളെ മെൻറ്ററെ തന്നെയാണ്. ആരാണ് ആ മെൻറ്റർ എന്ന് പറയുന്നത്? മസ്റ്റായിട്ടും അയാളൊരു മെൻറ്ററിൻ്റെ അണ്ടറിലുണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആൻഡ് ആൾസോ അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമ്മളെ സക്സസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. എന്തെല്ലാമൊക്കെ തരത്തിൽ അദ്ദേഹം വലിയ ലോകോത്തര പണ്ഡിതനാവണം അങ്ങനെയൊന്നുമുള്ള വാശിയല്ല. ഈ ബിസിനസ്സിൻ്റെ സക്സസ്സിൽ ഈ ബിസിനസ്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും പറഞ്ഞു തരാൻ, ഈ ബിസിനസ്സിൻ്റെ സക്സസ്സിന് രണ്ടായിട്ട് തന്നെ പറയണം. ഈ ബിസിനസ്സിൻ്റെ സക്സസ്സിന് ബിസിനസ്സിന് ആവശ്യമായിട്ട് ലെഫ്റ്റും റൈറ്റും മുന്നും റൈറ്റും, അതായത് അതിൻ്റെ എല്ലാ സൈഡും നമ്മളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന വെരി സപ്പോർട്ടീവ്, അവൈലബിൾ, എല്ലാ അർത്ഥങ്ങളും പിന്നെ ആ പദങ്ങൾ ഇങ്ങനെ വെച്ചു പോകാം. ആരെയും നമുക്ക് അങ്ങനത്തെ ഒരു മെൻറ്ററാക്കി എടുക്കാം. സീരിയസ്ലി എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ പണ്ട് അൽത്താഫ് സാർ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ STCകൾ മാത്രം മെൻറ്ററായാൽ മതി എന്നൊരു വരി പറഞ്ഞിരുന്നു. ഒക്കെ SBGയുടെ ലീഡർമാർ ഇനി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാകും. അങ്ങനത്തെ ഒരു കാറ്റഗറി, അതിൻ്റെ ഒരു റേഷ്യോ ഞാൻ മനസ്സിലാക്കുന്നത്, റാങ്ക് പറഞ്ഞില്ലെങ്കിലും ആ റാങ്ക് അവർ പറയുന്നത് ഒറ്റ പദത്തിനാണ്. STC മാത്രമേ പറ്റൂ എന്ന അർത്ഥത്തിലാവാം, ആവാതിരിക്കാം, അത് രണ്ടും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം അവരെ പറഞ്ഞതിലുണ്ട്, അതെന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം STC ഒക്കെ എത്തുമ്പോഴേ ഇതിലൊരു പക്വതയും പാകതയും എത്തും എന്നുള്ളതുകൊണ്ടാണ്.
കാര്യം ഇതിൻ്റെ എല്ലാം അറിഞ്ഞ് പറയുമ്പോഴല്ലേ അതിന് കൃത്യമായിട്ടൊരു ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് അത് നിങ്ങൾ ലീഡർമാരുമായിട്ടും എസ് ബി ജിയും പറയും അതിന് കൃത്യമായിട്ടും. സോ ഞാൻ പറയുന്ന മാറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിനകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി പ്രവീൺ ചന്ദ്രൻ തൊട്ട് മുബീൻ സാറ് വരെ അല്ലെങ്കിൽ മനോജ് സാറ് വരെ ആരും നിങ്ങൾക്ക് മെൻറ്ററാക്കാം. ബട്ട് നിങ്ങൾക്കത് അവൈലബിൾ ആണോ, ഈസിലി ആക്സസബിൾ ആണോ, അവരുമായിട്ട് നമുക്ക് ഇരിക്കാനും സംവദിക്കാനും അവർക്കും സമയമുണ്ടോ എന്ന് ചിന്തിക്കണം. അല്ലാതെ നമ്മൾ ഇൻ്റെ മെൻറ്റർ അതാണ്, ആ മെൻറ്റർ ഇപ്പോൾ ഒന്നും ഞങ്ങൾ കാണില്ല, ഞങ്ങൾ കൊല്ലത്തിലൊരൊട്ടേ ഇരിക്കുള്ളൂ, ഇങ്ങനത്തെ ഒന്നുമല്ല മെൻറ്ററിങ്. നമുക്ക് കിട്ടാവുന്ന തലത്തിൽ. ഇനി അതേ അർത്ഥം നമ്മൾ വേറൊരു വാക്കിലും വെക്കരുത്. എങ്ങനെ എൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ എനിക്ക് വിളിക്കുന്നവനാവണം, അതും പൊട്ടത്തരാണ്. എൻ്റെ മെൻറ്റർ ഇന്ന് രാവിലെ വിളിച്ചല്ലോ സാർ, നിങ്ങൾക്കൊക്കെ നിങ്ങൾ മെൻറ്റർ വിളിക്കലുണ്ട്, ഉണ്ട്. ചിലപ്പോൾ ആ ചങ്ങായിക്ക് ഒരു പക്ഷേ എന്തുണ്ടായിരിക്കുള്ളൂ, ഒരാൾക്ക് ഒരു മെൻറ്ററേ ഉണ്ടാകുള്ളൂ. പക്ഷേ ചിലപ്പം ഒരാൾ മെൻറ്ററാണത് നൂറുകണക്കിന് ആളുണ്ടാവും. അയാൾ രാവിലെ എല്ലാവർക്കും വിളിക്കാൻ നിന്നാൽ പിന്നെ ഫോൺ വിളിക്കുന്ന പണി മാത്രം അയാൾ പെരിയിലേക്കേണ്ടി വരും. അതൊന്നും ഇതിൻ്റെ ശരിയല്ല. ഒറ്റ സാധനമേ ഉള്ളൂ, ഞാൻ വീണാൽ എന്നെ വളർത്താൻ, എന്നെ ഉയർത്താൻ, എനിക്ക് ഉത്തരം കിട്ടാത്ത ഞാൻ അന്വേഷിച്ച് നടന്ന 100,000 ചോദ്യങ്ങൾ ബിസിനസ്സിനകത്തുണ്ട്. ഇനിയും മുന്നോട്ട് പോകാൻ ഒരാളോട് എനിക്ക് ചോദിച്ചേ പറ്റൂ. അങ്ങനെ ഒരാൾ മുന്നിൽ ധൈര്യമായിട്ട് ഉണ്ടായാൽ മതി. അയാളെ ജീവനോടെ നമുക്ക് കിട്ടാവുന്ന തലത്തിൽ അവൈലബിൾ ആകുന്ന പൊസിഷനിൽ ഉണ്ടായാൽ മതി. അല്ലാതെ ഇൻകം പ്ലാൻ കൊടുക്കാൻ മെൻറ്റർ വരട്ടെ, എൻ്റെ പുസ്തകം വരച്ചു തരാൻ മെൻറ്റർ വരട്ടെ, എൻ്റെ തുണിയും കുപ്പായിടിക്കാൻ മെൻറ്റർ വരട്ടെ, ഇതൊന്നും മെൻറ്ററല്ല. ചില ആൾക്കാർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ചോദിക്കും, എനിക്കിന്ന് രാവിലെ മെൻറ്റർ വിളിച്ചോ? പിന്നെ എന്ത് മെൻറ്റർ അത്? എൻ്റെ മെൻറ്റർ എനിക്ക് വിളിച്ചിരുന്നോ? അപ്പോൾ ചിലപ്പോൾ ഈ മെൻറ്റർ ആകെ ഒരാളെ ഉണ്ടാവുള്ളൂ താഴത്ത്, അയാളെ മെൻറ്ററായി സ്വീകരിച്ച ആൾ. അപ്പോൾ ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ടതില്ല. ഞാൻ പറഞ്ഞ ഈ ഒരു തരത്തിലുള്ള ഒരു ഇമ്മീഡിയറ്റ് അപ്ലൈനാണ് നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ലത്. ഇനി ഒരാൾക്കൊരു ഡൗട്ട്, സാറേ എൻ്റെ മുമ്പിൽ 4-5 മെൻറ്റർ ഉണ്ട്, നിങ്ങൾ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിന് എന്നെ വളർത്താൻ പറ്റും, അദ്ദേഹത്തെ പോലെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മെൻറ്ററിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഒരു മെൻറ്റർ നമുക്കൊരിക്കലും നമ്മളെ കൊണ്ടുവന്നവൻ മെൻറ്റർ ആവണമെന്നില്ല. അല്ലെങ്കിൽ നമ്മളെ പരിസരത്തുള്ള ഒരാൾ, സാർ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് 5 കിലോമീറ്റർ അങ്ങേപ്പുറത്ത് എനിക്കൊരു ലീഡറുണ്ട്, അയാളെ മെൻറ്റർ ആക്കിയാലോ? ഇതൊന്നും ഞാൻ ആക്കണോ ആക്കേണ്ടമോ ഒന്നും ഞാൻ പറയില്ല. കാര്യം അതൊക്കെ നിങ്ങൾ ചിന്തിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞ ഈ ക്വാളിറ്റി വെച്ച് അളക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ലീഡർമാർ പറയുന്ന ഈ തസ്തികയും ക്രൈറ്റീരിയയും വെച്ച് നിങ്ങൾ അരിച്ചെടുക്കാനുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മൈ ലൈഫും ഇതൊക്കെ ഫ്രീ ആണ്. മറ്റേത് ഞാൻ കണ്ടെത്തേണ്ട തന്നെ വസ്തുവാണ്, കണ്ടെത്തേണ്ട വസ്തുവാണ്, വൈക്ക് നിൽക്കേണ്ട വസ്തുവല്ല. ഞാൻ സീരിയസ്ലി പറയുന്നത് കണ്ടെത്തണം. ആ കണ്ടെത്താൻ നമ്മൾ കുറച്ചൊക്കെ പഠിക്കേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് കാര്യബോധത്തിൽ നിൽക്കേണ്ടി വരും. കാര്യം നമ്മളെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്ന ജിന്ദഗിക്ക് സവാൽ ഹേ, ഡെസ്റ്റിനി ഡിസൈനിങ് ആണ്, വിധി നിർണ്ണയം നടത്തുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, മാഞ്ഞാളം കളിക്കാൻ പറ്റില്ല. സോ സീരിയസ്ലി അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരാൾ പറയണം, സാറേ എൻ്റെ 1, 2, 3, 4, 5 മെൻറ്റർമാരെ വരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഞാൻ അതിൽ പാരയാക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും ആ പറഞ്ഞ രൂപത്തിലുണ്ട്, ഏകദേശം എല്ലാം 10 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഒറ്റ ഉത്തരം ഞാൻ പറയും, നിൻ്റെ വീഴ്ചയിൽ ഏറ്റവും കൂടുതൽ ആർക്ക് ക്ഷതമേൽക്കുമോ എന്നാൽ അയാളെടുക്കുക. ബാക്കി എല്ലാ ക്വാളിറ്റി കൊണ്ട് എല്ലാവരും സെയിം ടു സെയിം ആണ്. കാര്യം എന്താണെന്ന് പറയുക, നിൻ്റെ വീഴ്ചയിൽ ആർക്ക് ക്ഷതം പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥം എന്തുണ്ടെന്ന് അറിയോ? നിന്നെ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യാൻ ആ വ്യക്തിക്ക് പറ്റുമെന്നാണ്. മറ്റുള്ള ആളുകൾക്ക് ഒരു പക്ഷേ നിൻ്റെ വീഴ്ചയിൽ, അതായത് നീ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും നിൻ്റെ തോൽവിയിൽ ഏറ്റവും കൂടുതൽ ക്ഷതമേൽക്കുന്നത്, ഞാനൊരു സങ്കല്പം മാത്രം പറയാം, ഇതിനൊക്കെ ക്ലാരിറ്റി ലീഡർമാർ പറയുന്നുണ്ടാകും ഏകദേശം ഒരു മനസ്സിലാക്കാൻ. നീ വീഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ക്ഷതമേൽക്കുന്നത് ഒരു മെൻറ്റർ, നീ പറഞ്ഞ ഈ 5-ൽ ആരെങ്കിലും, അല്ലെങ്കിൽ 3-ലോ 4-ലോ 5-ലോ ഒരാളാണെങ്കിൽ ആ വ്യക്തി കൂടുതൽ നിന്നിൽ എന്തായും കൺസിഡർ ചെയ്യാൻ, കൺസേൺ ആവാൻ സാധ്യത കൂടുതലാണ്. മറ്റുള്ളൊരാൾക്ക് ഒരു പക്ഷേ നീ വീണാലും നിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ക്ഷതം ഏൽക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു പല ഡ്യൂട്ടി ഉണ്ടാവാം, ലീഡേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ശ്രദ്ധ അത്ര കണ്ട് കൺസേണിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന് വന്നേക്കാം, പലതും ഉണ്ടാവാം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ മെൻറ്റർ സെലക്ഷൻ. അതൊരു ഇമ്മീഡിയറ്റ് കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ ബിസിനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം അദ്ദേഹത്തെ പോലെ നമുക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന സമയത്ത് മെൻറ്ററിങ് നടത്തി അങ്ങനെ ഒരു സക്സസ് ഉണ്ടാക്കുകയോ, അതല്ലെങ്കിൽ മീൻസ് എന്താ പറയുക, ഒരു ടീമിനെ ഡ്രൈവ് ചെയ്യുന്ന സ്ഥലത്തൊന്നും അദ്ദേഹം റെസ്പോൺസിബിൾ അല്ല. റാങ്ക് കൊണ്ട് അദ്ദേഹം എന്തൊക്കെയാണ്, പക്ഷേ ആ സമയത്ത് അദ്ദേഹം ഒരു ടീമിനെ ഡ്രൈവ് ചെയ്യുന്നില്ല. എന്തായാലും എസ് ബി ജി മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഈ ട്രില്യനേഴ്സ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് നമുക്കറിയാം 4/6 5 ഫിംഗർ, ഇങ്ങനെ എല്ലാ സിസ്റ്റത്തിനകത്തും അദ്ദേഹം വെരി സീരിയസ് ആണ്, കമ്മിറ്റഡ് ആണ്, റെസ്പോൺസിബിൾ ആണ്. എന്തൊക്കെയാണോ ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ്, ഇറ്റ് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലീഡർക്ക് വേണ്ടത് വിഷൻ, മിഷൻ എന്ന് പറയുന്നതാണ്. സോ ഇത്രയും കറക്റ്റായിട്ട് മിഷനറിയാണ് എല്ലാം കറക്റ്റാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി മെൻറ്റർ എന്ന് പറയുന്നിടത്ത് ആരും തെറ്റിദ്ധരിക്കേണ്ട. മെൻ എന്ന് പറയുമ്പോൾ ആണിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ രണ്ടും അതിൽ പറയില്ല, ആണുങ്ങളെ തന്നെ എടുക്കാവൂ, പെണ്ണിനെ എടുത്തൂടെ മെൻറ്ററായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അധിക സ്ഥലത്തും മെൻറ്ററായിട്ട് അധികം ഞാൻ കണ്ടത് ആണിനെയാണ്. പെണ്ണിനെ കണ്ടവർക്കും പെണ്ണിനെ വിശ്വസിക്കുന്നവർക്കും അത് ലേഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ ആവാം. ഞാൻ മനസ്സിലാക്കുന്നത് ആണിനെ ആയാൽ കുറച്ചും കൂടി സുഖദായകമാകുന്നത് ഇന്ന് ഔട്ടർ വേൾഡ് എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ഈ ജോഗ്രഫിക്കൽ കണ്ടീഷൻ വെച്ചോ ലൈഫിനെ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ മുക്കിലും മൂലിലും പടർന്ന് പന്തലിച്ച് എല്ലാ ഇഷ്യൂസിലും ഇടപെട്ട് എന്തിനെക്കുറിച്ചൊരു ഗ്രാഹ്യമായിട്ടും ദീർഘദൃഷ്ടിയിലും പറയാൻ കുറച്ചും കൂടിയൊക്കെ
ഇൻസൈഡിലാണ് അധികം പെണ്ണ് ജീവിച്ചതെങ്കിൽ ഇപ്പോൾ ഔട്ട്സൈഡിലും ഉണ്ട്, പുറത്തും പെണ്ണ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടെയൊക്കെ ഇൻഫ്ലുവൻസ് പുറത്ത് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ആണിന് സാധ്യതയുണ്ടായതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് ആണിനെ തന്നെ മെൻഡർ എന്നതിൽ മെൻ എന്ന പദം വെച്ച് വേണമെങ്കിൽ ഐ ഡോണ്ട് നോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ മെൻഡറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ അവൈലബിലിറ്റി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ വിക്ടറി ചിട്ടപ്പെടുത്താൻ പറ്റുന്നയാളായിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഇതിനകത്തുന്ന ഡ്രീമി, ഡിസൈൻഡ്, പ്രോപ്പർ, ഹോളി, വിക്ടറി, ഈ 5 കാര്യങ്ങളും പ്രധാനമായിരിക്കും. എന്താ കാര്യം എന്നറിയോ? ഇതിനകത്ത് നമ്മൾ കണ്ട ആഗ്രഹം വെറും എന്താ പറയുക വെറുതെ പറന്ന് നടക്കലാണെങ്കിൽ അതൊരു വിജയമൊന്നുമല്ല. ഇതിനകത്തൊരു ഹോളി പർപ്പസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ബിസിനസ് ലഭ്യമാകുന്ന ഒരുപാട് സക്സസ് ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിനകത്തുള്ള ഏതോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ആ ഫാക്ടറിനെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തതും നിങ്ങളുടെ വാണ്ടഡ് സക്സസ് ആകുന്ന ആ സാധനത്തിനെ ഡിസൈൻ ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു കൃത്യമായ ഇതായിരിക്കണം. എന്ന് മാത്രമല്ല നിർബന്ധമായിട്ടും അങ്ങനെ വന്നാൽ അയാളുടെ മുമ്പിൽ സബ്മിഷൻ നടത്തണം. ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഹൗ നമ്മൾ എങ്ങനെയാണ് ഈ മെൻറ്ററിങ്ങിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വയ്യും വാട്ടും മറ്റുള്ളതൊക്കെ പറഞ്ഞു, ഹൂ എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ മെൻറ്ററിങ്ങിൽ പോകണം? ആദ്യം നമ്മളുടെ സന്നദ്ധതയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്താണ് ഈ സന്നദ്ധത? നമ്മളുടെ അതിനെന്താ പറയുക, തരപ്പെടുക എന്ന് പറയും. സാറേ എന്നെ വളർത്തപ്പെടുന്നതിന് ഞാൻ തരപ്പെടാൻ റെഡിയാണ്. മൈദ എന്ന് പറയുന്നത് ലോകത്തിലെ ഇതിഹാസ തറവാടാണ്. പാരീസൻ ലിബർട്ടി മൈദ എന്നൊക്കെ വമ്പൻ തറവാടാണ്. പക്ഷേ അത് കുഴക്കുന്ന പണ്ടാരി, അതല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്ന മനുഷ്യൻ അത്ര തറവാടുകൊണ്ട് ഇതിഹാസമൊന്നും ഉണ്ടാവില്ല. അതേ ആ പഞ്ചായത്തിലോ ആ വാർഡിലോ മാത്രം 10 പേരക്കാർ മാത്രമുള്ള തറവാട്ടിനായിരിക്കും. അവിടെ പൊറാട്ട എന്ന് പറയുന്ന വ്യക്തി പറയാണ്, മോനെ എന്നെ നീ തുടരുത്, ഞാൻ ഉന്നത കുലജാതിയാണ്, ഞാൻ വമ്പൻ തറവാടാണ്, ഞാൻ ഏറ്റവും നല്ല ഹൈ കാസ്റ്റ് സിസ്റ്റത്തിൽ ട്രൈബലിലുള്ള വ്യക്തിയാണ്, ഞാൻ ഓൾ ഓവർ ദ വേൾഡിൽ തറവാടുള്ള മനുഷ്യനാണ്, ഇതുകൊണ്ട് എന്നെ തുടരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മൈദയായി ഒരു ചാക്കിൽ ഒരു മൂലയിൽ കിടക്കുമായിരുന്നു. നേരെ മറിച്ച് ആ മൈദ എന്ത് ചെയ്തു? ഇളകാതെ പായാതെ ഓടാതെ ആ പണ്ടാരിയുടെ കയ്യിൽ നിലനിന്നപ്പോൾ അത് അടിക്കാനും പരത്താനും എന്തിനേറെ ഈ പണ്ടാരി അതിനെ കൃത്യമായിട്ട് നല്ല കൊത്തി പിഴിഞ്ഞ് ഇടിച്ച് കുലിക്ക് നല്ല പാകപ്പെടുത്തിയപ്പോഴും അലമുറയിട്ട് കരയുന്ന മൈദ ഇറങ്ങിപ്പാഞ്ഞില്ല. അവിടെ നിന്നോ കരഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേൾക്കായിട്ടാണ്. അങ്ങനെ കാതുള്ളവർക്ക് കേൾക്കാൻ പറ്റും. കാരണം നാവില്ലാത്ത എന്താ പറയുക മൈദ കരയുന്നത് കാതില്ലാത്ത മനുഷ്യനെ കേൾക്കാൻ പറ്റുന്നതാണ്. സോ ആ ലെവലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർ അൾട്രാസോണിക് സൗണ്ടിലായിരിക്കും. എന്തായാലും ശരി, ആ കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടെങ്കിലും മൈദ ഓടിയില്ല, മൈദ അവിടെ തന്നെ നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക. പിന്നെ അതിനുശേഷം അവനെ ശരിക്കും നല്ല തരികയായി ചുറ്റി നിർത്തിയിട്ട് അവൻ്റെ നേറുന്തലൊക്കെ നട് കൊടുത്തു. അപ്പോഴും കരഞ്ഞിട്ടുണ്ട്, ഓടിയിട്ടില്ല. പിന്നെയോ ചുട്ടുപൊള്ളുന്ന ചട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു, വാവിട്ട് കരഞ്ഞു. നമ്മൾ പറയില്ലേ ചന്തിക്ക് തീ പിടിച്ചാൽ എങ്ങനെയുണ്ടാകും, ആ ലെവലിലായിരുന്നു. പക്ഷേ വലിയ ചുട്ടുപൊള്ളുന്ന ആ ചട്ടിയിൽ കിടന്നു അവനെ ഊരുണ്ടു. എന്ന് മാത്രമല്ല അവനെ തിരിച്ചു മറിച്ചിട്ട് പുറത്തിട്ട് വീണ്ടും അടിച്ചിട്ട് ചില്ലിൻകൂട്ടിൽ വെച്ചപ്പോൾ നല്ല ഗന്ധം. അത് കണ്ട ആൾക്കാർ വരും. ഇവിടെ മൈദക്കാണോ വില, പൊറോട്ടക്കാണോ വില? ഞാൻ പറയും പൊറോട്ട കണ്ടയാണ് ആൾക്കാർ ഹോട്ടലിൽ കയറിയത്. അല്ലെങ്കിൽ അവിടുത്തെ പൊറോട്ട അടിപൊളിയാട്ടോ, അവിടുത്തെ മൈദ അടിപൊളിയൊന്നും ആരും പോയിട്ടുണ്ടാവില്ല. സോ സീരിയസ്ലി ഈ ഒരു തരപ്പെടാൻ നിന്ന് കൊടുക്കലാണ്. നമ്മൾ എന്തും ചെയ്തേക്കാം, പക്ഷേ നമ്മൾ വിജയം അൾട്ടിമേറ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാറ്റരുത്. സോ സീരിയസ്ലി ആ ഒരു തരപ്പെടൽ പ്രധാനമാണ്. ആ തരപ്പെടുന്നിടത്തൊരു പക്ഷേ നമ്മളെക്കാൾ ഒരു പക്ഷേ പല വിജ്ഞാനത്തിലും അയാൾ മുന്നിൽ വിറകിലായിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെൻഡർ നമ്മൾ വലിയ PhD കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ താരമായിരിക്കാം. പക്ഷേ നമ്മുടെ മെൻഡർ സാധാ ശരാശരി ആയിരിക്കും. പക്ഷേ ഈ ബിസിനസ്സിനകത്ത് അയാൾ വലിയ സക്സസ് ട്രാക്ക് ഉണ്ടെങ്കിൽ ഈസ് എ മെൻഡർ. കാര്യം എന്താണ്, അയാൾ നമ്മൾ ഈ മെൻഡറാക്കുന്നത് ഈ വിഷയത്തിലല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാധനത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ വലിയ എങ്കിലാവായിട്ട് നമ്മൾ ചെന്നാൽ ഒരു പക്ഷേ നമ്മളെ മെൻഡറിങ് നടത്താനുള്ളൊരു വകയുണ്ടാവില്ല. കാര്യം എന്താ, നമ്മൾ മെൻഡർ ആണ്ട് പഠിപ്പിക്കാനാണ് ചെല്ലുന്നത്. അപ്പോൾ മെൻഡർ തന്നെ പറയും ഓൻ വരുന്നുണ്ട്, ചിലപ്പോൾ ഇന്നെ മെൻഡർ ചെയ്യാനാവും വരുന്നത്. ആ വരവിൽ പോയിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമ്മളെ മെൻഡറിലുകൊണ്ട് മുമ്പിൽ നമ്മൾ കാണിക്കേണ്ടത്, സാറേ നിങ്ങളത് കേൾക്കാൻ ഞാൻ കാത്തു നിൽക്കുകയാണ്, ഇതാ നിങ്ങളത് കഴിഞ്ഞ് കേട്ടതൊക്കെ ഞാൻ ചെയ്തല്ലോ, ഇതാ പുതിയത് കേൾക്കാൻ വന്നിരിക്കുന്നു. ഈ ഒരു തരപ്പെടൽ, മൈൻഡ് ഓപ്പണാക്കി നിർത്തി കൊടുക്കൽ. ഗേറ്റ് തുറക്കാതെ ഹൃദയത്തിൽ കയറാൻ പറ്റുമോ? നമ്മൾ ഹൃദയം തുറക്കാതെ നിൽക്കുകയാണ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ വേറെ ലെവലാണ്, അതുകൊണ്ട് നിങ്ങൾ എന്താച്ചാൽ പറഞ്ഞോളൂ. ആ ലെവലിൽ ഇരുന്നിട്ട് മെൻഡർക്ക് എന്ത് കാട്ടാൻ പറ്റും? മൈദ നിന്ന് കൊടുത്ത പോലെ നിൽക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് സബ്മിഷൻ. നമ്മൾ നിന്ന് കൊടുക്കണം. എന്ന് മാത്രമല്ല രണ്ടാമത്തൊരു കാര്യമുണ്ട്. ഈ മെൻറ്ററിങ് ആദ്യമൊക്കെ നല്ല രസകരമായിരിക്കും. കാരണം എന്താണ്, മോനെ തേനെ, കുഞ്ഞുട്ടിയെ കുഞ്ഞോനെ ഒക്കെ നല്ല സ്നേഹത്തോടെ ആയിരിക്കും. കാര്യം എന്താണ്, 1 വയസ്സായ കുട്ടിയെ 2 വയസ്സായ കുട്ടിയെ നമ്മൾ ഇരിക്കുന്നു, വെക്കുന്നു, ഉമ്മ വെക്കുന്നു, അവൻ ഒരു പക്ഷേ മടിയിലിരുന്ന് മുള്ളിയാൽ പോലും നമ്മൾ തമാശ പറഞ്ഞ് ചിരിക്കുന്നു, എല്ലാം ഉണ്ടാകും. ഇതേ പണി അവൻ 10 വയസ്സ് ചെയ്താലോ? ഒരു പക്ഷേ നമ്മളെ മുറ്റത്തോ ബെഡിലോ ഒക്കെ മുള്ളിയാൽ പോലും 1ഉം 2ഉം വയസ്സിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പലതും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടാകും. ഈ കുഞ്ഞു വാവകൾ ബേബി സ്റ്റേജിൽ, നമ്മളെ ഇൻഫാൻറ്റ് സ്റ്റേജിൽ. പക്ഷേ അതേ വ്യക്തി 10ാം വയസ്സിലും ഇതെന്നെ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചീത്ത പറയുന്നുണ്ടാകും, വഴക്ക് പറയുന്നുണ്ടാകും, മാറ്റി ഓടിക്കുന്നുണ്ടാകും. ഇതേ സാധനം മെൻറ്ററിങ്ങിലും വരും. നമുക്ക് തുടക്കത്തിൽ തന്ന അതേ സ്നേഹത്തോടെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നന്നാവില്ല. കാരണം എന്താണ്, സ്നേഹത്തിൽ പറഞ്ഞ് നന്നാകണമെങ്കിൽ സമയം കഴിഞ്ഞു. ഇനി സ്നേഹത്തിൻ്റെ വടി മതിയാവില്ല. അപ്പോൾ കുറച്ചൊന്ന് സ്ട്രോങ് ആവും.
അങ്ങനെ ഒരു മെൻറ്റർ സ്ട്രോങ് ആണത് നന്മയുടെ വശത്തിലൂടെ ആയിരിക്കും. പിന്നെ ആ മെൻറ്റർ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഒലക്കെടുത്ത് തല്ലണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്കറിയാലോ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രൂപത്തിൽ ചെയ്യാനുള്ളൊരു രൂപം, അങ്ങോട്ട് വല്ലാതെ അയ്യോ എന്നാവാതെ ആയി എന്ന് പറഞ്ഞുള്ള നടുവിൽ നിന്നുള്ളൊരു കാറ്റഗറിയാണ്. സോ ആ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അദ്ദേഹം സ്ട്രോങ് നിലപാടെടുക്കുന്ന സമയത്തും അതും സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അല്ലാതെ എൻ്റെ മെൻറ്റർ അതൊന്നും പറയാനായിട്ടില്ല, അവനാരാ ഏത് തറവാട്ടേനാ അവളാരാ അങ്ങനെയൊക്കെ പറയാൻ ഇവരാരാ അങ്ങനെയൊക്കെ ആ ലെവലിൽ നമ്മൾ പോകാൻ പാടില്ല. ഇനി സീരിയസ്ലി പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം ചിലപ്പോൾ ഈ ബിസിനസ്സിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത. മെൻറ്ററിനോട് കട്ടിങ് ഇനത്തിലൊരു സാധനം പറഞ്ഞു. ആ സമയത്താണ് നമ്മളുടെ എന്താ പറയുക വേറെ ടീമിൻ്റെ മെൻറ്റർമാരും നമ്മളെ അപ്ലയൻസുമാരൊക്കെ ആകുന്ന ആൾക്കാർ വന്നാണ്ട് സാരല്യടാ പുറത്തൊക്കെ തട്ടി ഇങ്ങനെ സ്നേഹത്തോടെ പറയുമ്പോൾ ഇയാളാട്ടാ നല്ല മെൻറ്റർ, കാര്യം അത് എന്തോ ഒരു സ്നേഹത്തിലാണ് തട്ടിയത്. ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കാണ്ട്, എൻ്റെ പിതാവ് ഞാൻ ചെയ്ത തെറ്റിനോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്തെങ്കിലും ഫോൾട്ടിനോ എന്നെ കാലങ്ങളായിട്ട് തിരുത്തി വരുന്നതാണ്. പക്ഷെ ഞാനത് കേട്ടില്ല. പിന്നെ ഒരു കാട്ടിങ് കണ്ടോ ഈ ജാതി പണി നടത്താണെങ്കിൽ ഈ പെരിയിലെടുക്കാൻ പറ്റില്ല, ഈ ചൂടാലാണ് ചൂടായി. പിന്നെ എൻ്റെ നല്ല ദേഷ്യത്തിലും കാര്യത്തിലൊക്കെ ഡീൽ ചെയ്തു. ആ സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞു നിൽക്കുകയോ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇതായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അയൽവാസി ചെയ്ത രക്ഷയാവെന്ന് പുറത്ത് തട്ടിയിട്ട് മോനെ സാരല്ലേടാ അങ്ങനെയല്ല അത് ഇങ്ങനെയല്ല എങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ തന്തല്ല ഒറിജിനൽ തന്ത, ഈ തന്തയാണ് യഥാർത്ഥ തന്ത, എൻ്റെ തന്ത ഡൂബ്ലി എന്ന് പറയാൻ പറ്റുമോ? ശരിക്കും ആ ചീത്ത പറഞ്ഞിടത്താണ് യഥാർത്ഥ സ്നേഹമുള്ളത്. ഈ പുറത്ത് തട്ടിയാൽ അഭിനയ തന്തയാണ്. കാര്യം എന്താണെന്ന് അറിയോ, അയാൾക്ക് ഞാൻ രക്ഷപ്പെട്ടാലും എന്ത് പെട്ടിയില്ലെങ്കിൽ എന്ത്, കാരണം അയാൾ രസമായിട്ടൊന്ന് ഇടപെട്ടു. സിറ്റുവേഷനലി അദ്ദേഹം കാണിച്ചൊരു സ്നേഹം മാത്രമാണ്. ഇതുപോലെയും നമ്മൾ ബിസിനസ്സിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ മെൻറ്റർമാർ നമ്മളെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹിന്ദിയിൽ ഡാട്ന എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ നമ്മൾ നഖശികാന്തം എതിർത്ത് കൊന്നു കൊല വിളിച്ച കഥ എന്നും ഞാൻ അതിൽ പറയില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ കാലങ്ങളായി പറയുന്ന സാധനം തിരുത്തപ്പെടാതെ എപ്പോൾ വരിക്ക് കട്ടി കൂടുകയോ അതല്ലെങ്കിൽ നിലപാടുകൾക്ക് കാർക്കശ്യം കൂടുകയോ ചെയ്യുമ്പോൾ അത് സ്നേഹബുദ്ധിയാലെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന സാൻഡ്വിച്ച് മെത്തേഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ സമയത്ത് അടുത്ത ആളെടുത്ത് പിന്നെ നമ്മൾക്ക് ഇനി മെൻറ്റർ മാറി, അതായത് ജനുവരിത്തെ മെൻറ്റർ മാറി ഫെബ്രുവരി തൊട്ട് മാർച്ച് വരെ പുതിയ മെൻറ്ററാണ്. ഇങ്ങനെയുള്ളൊരു സിസ്റ്റവും നമ്മളെ ദുരന്തത്തിലെത്തിക്കും. അപ്പോൾ ഈ മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഞാൻ പറയുന്നത് എൻ്റെ മെൻറ്റർ ആരെന്ന് ഞാൻ തിരിച്ചറിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ എന്നെ ഡ്രൈവ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാൻ ഞാൻ പാകപ്പെടുന്നതാണ് ഏറ്റവും വലിയ മെൻറ്ററിങ്. എൻ്റെ മെൻറ്ററോട് ഞാൻ കാണിക്കുന്ന സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ മെൻറ്ററിങ്. അല്ലാതെ എൻ്റെ മെൻറ്റർ സദാസമയം എൻ്റെ ലെഫ്റ്റും റൈറ്റും നിന്ന് തന്നെ വളർത്തുന്നു, ഉണർത്തുന്നു, പല്ല് തേക്കാൻ മുന്നിക്ക് വരുന്നു, ഇതല്ല മെൻറ്ററിങ്. ഞാൻ എൻ്റെ മെൻറ്റർക്ക് വേണ്ടി തരപ്പെടുന്ന സബ്മിഷനാണ്, അതല്ലെങ്കിൽ ആ ഒരു റിലേഷനാണ്, ആ ഒരു ഒബീഡിയൻസാണ്, മര്യാദയാണ്, ഡിസിപ്ലിനാണ് ശരിക്കും മെൻറ്ററിങ്. അവിടെ നമ്മളാണ് ശരിക്ക് മെൻറ്ററിങ് നടത്താൻ സഹായിക്കുന്നത്. അല്ലാതെ മെൻറ്ററുടെ കാര്യപ്രാപ്തിയേക്കാൾ പ്രധാനം എൻ്റെ ആക്സെപ്റ്റൻസ് ആണ് എന്നർത്ഥം. സോ അതൊരു പ്രധാന ഘടകമാണ്. ഇനി നമുക്ക് എന്താ പറയുക വേറൊരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെൻറ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല മെൻറ്റർമാരും ലീഡർമാരാകുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്, അതൊരു പ്രധാന ഘടകമാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടീം നന്നായിട്ട് മെൻറ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മളൊരിക്കലും ഇടങ്കോലിട്ടൊരു പുതിയ മെൻറ്റർ ആവാതിരിക്കലാണ് ഏറ്റവും നല്ല കാര്യം. കാര്യം എന്താണെന്നറിയോ, ഈ ബിസിനസ്സിനകത്ത് പല തലത്തിലുള്ള ആളുകളാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കൊരു പക്ഷേ വിവരങ്ങൾ പുതിയതായിരിക്കാം, അതല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങളൊക്കെ പുതുമ നിറഞ്ഞതായിരിക്കാം. മനുഷ്യരാശിക്കൊരു മാനസികാവസ്ഥ, ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിഞ്ചായിരിക്കുന്ന കാര്യത്തോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാകുന്നതാണ്. കാര്യം ലോകത്ത് നമ്മൾ ഏതൊരു സാധനം എടുത്താലും നമ്മൾ കാണാത്ത മിഠായി കാണുമ്പോൾ പെട്ടെന്നൊരു ചാടി പിടിത്തുണ്ടാവും. അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഒരു കൗതുകം അതിനോട്. അത് മൊബൈലാവട്ടെ, കാറാവട്ടെ, കാണപ്പെടാത്ത വസ്തുവിനെ, കേൾക്കപ്പെടാത്ത വസ്തുവിനെ, അനുഭവിക്കാത്ത വസ്തു മുന്നിൽ കടന്നു വരുന്ന സമയത്ത് അതിനോടൊരു പ്രത്യേക അട്രാക്ഷനും ഒരു ആക്സെപ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഓൾറെഡി ഒരു സ്ട്രാറ്റജിയും ഒരു മെൻറ്ററിങ്ങും മര്യാദ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഇടപെടുന്ന ഓരോ അപ്ലയൻസുകളും, അത് ഗ്രാൻഡ് അപ്ലയൻസും അങ്ങനെ പല തട്ടത്തിലുള്ള ആയിരിക്കും. അവർ ഇടപെടുന്നത് ഈ മെൻറ്റർ നടത്തുന്ന സ്ട്രാറ്റജിയെ സഹായിക്കാനാണോ അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊളിച്ചെടുക്കാനാണോ എന്ന് ഈ മെൻറ്റർ ഇടപെടുന്ന ആളാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇടപെടുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വരികൾ പാളാം, ഇടപെടൽ പാളാം, നമ്മുടെ സ്ട്രാറ്റജി പാളാം. കാര്യം അയാളുടെ യഥാർത്ഥ അവസ്ഥ അറിയുന്നത് അദ്ദേഹം ഏതൊരു മെൻറ്ററിൽ നിൽക്കുന്നുവോ അയാൾക്കായിരിക്കും. അത് പ്രകാരം അയാൾക്ക് വേണ്ടി മാത്രം ചില കൈക്രിയകളും ചില സിസ്റ്റങ്ങളും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഒരു ജനറൽ അപ്ലിക്കേഷനായിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷനായിട്ടോ വരുന്ന സമയത്ത് ഈ സാധു നിൽക്കും, ഇതിലിപ്പോൾ ആരെ കേൾക്കേണ്ടത്, എല്ലാവരും നല്ല ലീഡർമാരാണ്, എന്നാൽ ഞാൻ കുറച്ച് നേരം എന്ത് ചെയ്യുക, ഇതുവരെ പറഞ്ഞാൽ വേണ്ടത് കേൾക്കണ്ട, ഇയാളത് കുറച്ച് നേരമാണ് കേട്ടു. കാരണം വെച്ചാൽ മറ്റേ ആദ്യം പറഞ്ഞ ആളത് കുറച്ച് കട്ടിങ്ങാനുള്ളതാണ്, ഇതാവുമ്പോൾ കുറച്ചും കൂടി സുഖമുള്ളതാണ്, ഈ ലെവലിൽ പറ്റില്ല.
നമ്മളപ്പോൾ വിളിക്കേണ്ടത് ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത മെൻറ്ററെ വിളിക്കണം. ആ മെൻറ്ററോട് ചോദിക്കുക, സാർ ഇതിന് അങ്ങനത്തെ ഒരു സംഭവം കണ്ടു, എന്താണ് നിങ്ങൾ ആശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് ഇന്നാലിൻ്റെ കാര്യമാണ്, ആ ഓക്കെ എന്നാൽ ഉഷാർ കുഴപ്പമില്ല. അല്ല അതിനകത്ത് അയാളോട് പറഞ്ഞു കൊടുക്കുക, സാർ എന്നാൽ ഇതും കൂടി ഉണ്ടാക്കിയാണ് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ഉഷാറാവുമായിരിക്കും, അല്ലെങ്കിൽ ആ സാധനം കുറച്ച് ഇങ്ങനെ ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായം അദ്ദേഹത്തിനാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഒരു പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നതും ചിലപ്പം ബുദ്ധിശൂന്യമാണെങ്കിൽ അത് അതിനെക്കാട്ടിയും വലിയ പൊട്ടത്തരാവില്ലേ. ഒരു പക്ഷേ ഒരു മെൻറ്റർ നല്ലൊരു സിസ്റ്റം ഒരു അപ്ലൈ ചെയ്തിരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് മെൻറ്റർ കാറ്റഗറി വെച്ച് വരുന്ന എ എന്ന മെൻറ്റർ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഈ എയുടെ മെൻറ്ററാണ് ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി. അവിടെ വന്ന് തന്നെ ഡി വന്ന് കണ്ട് ഇടപെട്ട് കണ്ട് പറയാണ് ഇതൊന്നുമല്ല കാര്യം, ഇതാണ്ട് വെച്ചാൽ മതി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ സാധുവായിരിക്കുന്ന ക്ലയൻറ്റ്, അതായത് മെൻറ്ററിങ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ആക്ച്വലി ഇപ്പോൾ ഏത് ലീഡർമാരാ ശരി, ഇപ്പം പിന്നെ കാൽക്കുലേറ്റ് ആയിട്ട് നടക്കണം, ഏതാണ് ഏത് തുലാസിൽ ഒരാളെ വെച്ച് നടക്കണമെന്ന്. ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നമ്മളുടെ ഇടപെടൽ അത് പ്രധാന ഘടകമാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു സെക്കൻഡ് ഡ്രൈവിംഗ് നടത്തരുത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വ്യക്തി പറയുകയാണ് ചവിട്ടിക്കോ പിടിച്ചോ സ്പീഡാണ് ചവിട്ടുന്നത്, മറ്റേതാക്കുന്ന പറഞ്ഞാൽ പറയും ഈ കുട്ടി ഇറങ്ങിപ്പോയിക്കോന്ന്. കാരണം അത് ആകെ കൺഫ്യൂഷനാണ്. ഈ നിൽക്കുന്ന ഡ്രൈവർ ഡ്രൈവിംഗ് അറിയുന്ന വ്യക്തിയാണ്, ഇത്രയും കാലം ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കൂ, ഒന്നും പറയാതിരിക്കൂ. കാര്യം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് വണ്ടി കുത്തും. നമ്മൾ പറയാണ് കടക്കല അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്, ഇതാ പിടിച്ചോ ചവിട്ടിക്കോ എന്ന് പറയുന്ന സമയത്ത് സംഗതി ഒരു ഡ്രൈവിംഗ് നടക്കില്ല, സംഗതി ഇടിച്ചു കുത്തും. അപ്പോൾ എന്താ അറിയോ, ഒന്ന് ഇവൻ്റെ കഴിവേറ്റ് ഡ്രൈവ് ചെയ്ത് ഒരു കോൺഫിഡൻസ് വെച്ച് മുന്നോട്ട് പോകണം. ആ സമയത്ത് അടുത്ത കോൺഫിഡൻസ് വന്നിട്ട് ഇത് ജാമായി നിൽക്കും. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷന് നമുക്ക് ഉണ്ടാകാതിരിക്കൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു വൺ മാൻ ഷോ കളിക്കുന്ന ഒരു സിസ്റ്റങ്ങളും നമ്മളുടെ ഇടപെടൽ ചിലപ്പം വന്നേക്കാം, അത് വരാതിരിക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു നല്ലൊരു ടീം വളർന്നു വരുന്നൊരു സ്ഥലത്തുണ്ട്. അവിടെ നമ്മളൊരു ജനറൽ ക്യാപ്റ്റനായിട്ടോ അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഞാൻ പറയില്ല ABCD കാറ്റഗറിയിൽ വെച്ച് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് അവിടെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് മെൻറ്റർമാരുണ്ട്. അവിടെ നമ്മൾ DO EO FO ഒക്കെ ആയിരിക്കുന്ന വേറെ മെൻറ്ററാണ്, മെൻറ്ററുടെ മെൻറ്ററായിരിക്കാം. അവിടെ വന്നിട്ട് നമ്മൾ വേറൊരു വരി പറയണം, ഇവിടെ എന്തോ ഒരു പ്രശ്നം നടന്ന് മറ്റേതായാലും വർഷമായാലും ഇപ്പോൾ ഞാൻ ഇടപെട്ടപ്പോൾ ഒക്കെ ശരിയല്ല, ബാക്കിയൊക്കെ ശരിയല്ല, ബാക്കി ഇതുവരെ ശരിയാകാത്ത ഫുള്ള് ശരിയല്ല. ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഈ ശരിയായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ക്ലയൻറ്റ് വ്യക്തി പേടിയുടെ മുനയിലാണ്. ഒന്നാമത്തേത് ശരിയായില്ലെന്ന് ചോദിക്കുന്നത് ഗ്രാൻഡായിരിക്കുന്ന മെൻറ്റർ അല്ലെങ്കിൽ ഒരു പ്രധാന സൂപ്പർ ലീഡർ. ഇതിൻ്റെ നടുവിൽ ഈ സാധു നിൽക്കുന്നത് വേറെ കുറേ മെൻറ്റർമാരെ നടുവിലാണ്. ലാസ്റ്റ് മനമില്ല മനുഷ്യരെ ശരിയായി സാർ നിങ്ങളാ അതോടെ ഇടപെട്ടോടെ ഫുള്ള് കറക്റ്റായി. അവിടെ രണ്ട് ഡേഞ്ചർ അവിടെ വരുന്നുണ്ട്. ഒന്ന്, നമ്മളൊരിക്കലും നമ്മുടെ ഒരു പോസിറ്റീവായ സാധനമല്ല എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ആ മേഖലയിൽ കുറച്ചൊക്കെ പീപ്പിൾ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ PG ക്ലാസ് എടുത്തൊരു എക്സ്പീരിയൻസ് ലീഡർ എന്നുള്ള അല്ലെങ്കിൽ ഒരു അധ്യാപക എന്ന നിലയ്ക്കുള്ളൊരു പരിചയമാണ് പറഞ്ഞത്. അതായത് കമ്മ്യൂണിക്കേഷൻ ബിഹേവിയറൽ സയൻസിൻ്റെ സൈക്കോളജിയിൽ PGയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ് പറയണത്, അല്ലാതെ ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായതനുസരിച്ച് സംഗതി നല്ല കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കും ഇവിടെ ആരും ഇടപെടാത്ത സാധനം ഇയാളെ വിട്ട് ശരിയാക്കും, എന്നാൽ ശരി ഇയാളടുത്തേക്ക് എല്ലായിടത്തും കൂടി പോകാമെന്ന്. അങ്ങനെ ലാസ്റ്റ് ഇത് എന്ത് ചെയ്യുന്നു അറിയോ, ഈ സാധുക്കളാകുന്ന ക്ലയൻസ് ആകുന്ന പാവങ്ങൾ ഇവരെന്ന് പറഞ്ഞാൽ സാധുക്കളാണ്. ഏതർത്ഥത്തിലെന്ന് ചോദിച്ചാൽ ഇവർക്ക് എല്ലാ ലീഡറും വേണമെന്നേ, അപ്പോൾ ആരെ കൂടെ പോകണമെന്നറിയില്ല. സോ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അവിടുന്ന് അങ്ങോട്ട് ഒരു യഥാർത്ഥ മെൻറ്റർ A എന്ന മെൻറ്റർ പറഞ്ഞാലും അതിനൊരു തസ്തിക അവർ കൊടുക്കും, B എന്ന മെൻറ്റർ പറഞ്ഞാൽ അടുത്ത തസ്തിക കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് ഇവരും ഒരു പ്രത്യേക തുലാസായിട്ടേ നടക്കാൻ പറ്റുള്ളൂ. അതൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോലെയുള്ള പവർഫുൾ ലീഡർമാർ, ഈ നമ്മളെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ന് മെൻറ്റർമാരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ലീഡർമാരും ചെയ്യാനുള്ളത് ഇടപെടുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കണം, പദങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിക്കണം. വേണ്ടാത്തൊരു പദം പറഞ്ഞാൽ വെളുക്കാൻ തേച്ച് പാണ്ടായി മാറുന്നുണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് ചെറിയൊരു വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടീമിനെ വിളിച്ചിട്ട് മീറ്റിംഗ് കൊടുക്കണം. ആ മീറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് മക്കളെ ബിസിനസ്സൊക്കെ ഉഷാറായി പോകുന്നില്ല, ഉഷാറായി നിങ്ങൾ തകർത്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ അറിയാതെ ഒരു സബ്ജക്റ്റ് ഇട്ടു. അപ്പോൾ ഏതെങ്കിലും പറഞ്ഞ എന്തെങ്കിലും സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക ഒരു പുസ്തക വായന, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു പുസ്തക വായന ഇട്ടു എന്ന് വിചാരിക്കാം. ആ സമയത്ത് ഈ മെൻറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിക്കുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചതോ അല്ലെങ്കിൽ അറിവുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് ഒരുപാടുണ്ടായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അന്നേരത്ത് തോന്നിയ ഒരു നല്ലൊരു പുസ്തകം അവിടുന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ സൈക്കോളജി ഓഫ് ദ മണി എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ ഒരു ദ സീക്രട്ട് എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു, എന്തോ ആവട്ടെ സംതിങ്. ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ ആ പുസ്തകത്തെ അവർ ഹൈലൈറ്റ് ചെയ്തു. ഏതർത്ഥത്തിലാണ് ഹൈലൈറ്റ് ചെയ്തതെന്ന് പറയോ, ഈ അടിപൊളി പുസ്തകം ഇത് നിങ്ങൾ ആരും വായിച്ചില്ലേ, കിഡിലെ പുസ്തകം, നെറ്റ്വർക്ക് ലീഡറാണെങ്കിൽ ഇത് വായിച്ചിരിക്കണം, മസ്റ്റാണ്, ഇതുണ്ടെങ്കിലേ നിങ്ങൾ വളരുള്ളൂ. ഈ ലീഡർ പറഞ്ഞത് സത്യമാണ്, ഒരു സംശയമില്ല. പക്ഷേ കേൾക്കുന്ന വ്യക്തി അത്ര കണ്ട് പാകപ്പെട്ടവരല്ലെങ്കിൽ നമ്മൾ ആ വരി മുഴുവനാക്കി പറഞ്ഞിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ വരി മുഴുവനാക്കാൻ പറ്റില്ല, അടുത്ത സബ്ജക്റ്റിക്ക് കടന്നു പോയിട്ടുണ്ടാവും. ഈ ലീഡർ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ വലിയൊരു ഫണ്ട് പിരിവ് നടക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവിടെ ഒരു വേറൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ വായിക്കേണ്ട ആദ്യ പുസ്തകം സാറ് പറഞ്ഞത് ദ സീക്രട്ട് ആട്ടോ, അല്ലെങ്കിൽ ഇന്നാലിന്ന നിർദ്ദേശിച്ച ഇയാളുടെ സ്ട്രാറ്റജിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഇത് വാങ്ങും. ഒരു പക്ഷേ ഇവരുടെ പാകപ്പെട്ട ബുദ്ധി കൊണ്ടുവച്ച് ആദ്യം വാങ്ങേണ്ട പുസ്തകം അതായിരിക്കില്ല.
അതുകൊണ്ട് നിർബന്ധമായിട്ടും വിജ്ഞാനങ്ങൾ പ്രസരണം ചെയ്യപ്പെടുന്ന സമയത്തും മുത്തുകളായി വിതറപ്പെടുന്ന സമയത്തും അത് വാരി വിഴുങ്ങുമ്പോൾ നമ്മളാകുന്ന ക്ലയൻറ്റുകൾ നമ്മളെ മെൻറ്ററോട് ചോദിക്കണം, അല്ലാതെ വാരി വിഴുങ്ങരുത്. കാര്യം എല്ലാ മുത്തും നമുക്ക് വിഴുങ്ങാനുള്ളതല്ല, ചില മുത്ത് കാണാനുള്ളതാണ്, സമയമാകുമ്പോൾ മാത്രം വിഴുങ്ങാനുള്ളതാണ്. അതുകൊണ്ട് ഈ വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ പലതും കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ കാണാത്ത വസ്തു കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അതും നമ്മൾ എല്ലാവരും ചിന്തിക്കുക. നമ്മൾ ഓരോ ക്ലയൻറ്റുകളാകുന്ന, അതായത് ഒരു മെൻറ്ററെ കീഴിൽ വർക്ക് ചെയ്യുന്ന ലീഡറാകുന്ന നമ്മൾ ചിന്തിക്കുക, ഈ കാണുന്നതെല്ലാം കൂടി വാരിയെടുക്കണ്ട. വിജ്ഞാനം കേൾക്കുമ്പോൾ ഭയങ്കര ത്രില്ലായിരിക്കും, അയാളെ ക്ലാസ് ഭയങ്കര രസമാണ്, ഇയാളെ വിഷയം ഭയങ്കര രസമാണ്, ഇയാളെ സബ്ജക്റ്റ് പുടുത്തം വിട്ടതാണ്, ഇയാളൊരു പ്രത്യേക ലെവൽ ക്ലാസ്സാണ്. ഇങ്ങനൊന്നും ത്രില്ലാവണ്ട. നിങ്ങളെ കൈക്കൽ നിങ്ങളൊരു മെൻറ്ററെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് ഓക്കെ. അദ്ദേഹത്തെ ഒബേ ചെയ്യൂ, അദ്ദേഹത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ. നിങ്ങൾ ആ ലെവലിൽ പോലെ ഒരാളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സൗണ്ടിൽ എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയണം, എൻ്റെ ആക്ഷന് ചെറുതായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, ബ്ലറാകുന്നുണ്ട്, അപ്പോൾ ഞാൻ ആക്ഷൻ്റെ പ്രശ്നം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. പപ്പൻ സാർ എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം, സൗണ്ട് ബ്ലറിങ് ഉണ്ടെങ്കിൽ, സൗണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ. കാര്യം ഒരു 3 സിമ്മ് ഇട്ടാണ് ഇരിക്കുന്നത്, ഏത് സിമ്മിലാണ് ശരിക്കും നിങ്ങളോട് സംവദിക്കാൻ പറ്റുകയെന്ന് അറിയാത്തതുകൊണ്ട് റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം മാറ്റാനാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അതൊരു പ്രധാന ഘടകമാണ്. നമ്മൾ നിർബന്ധമായിട്ടും നമ്മളാകുന്ന ആളുകൾ ചിന്തിക്കുക, എൻ്റെ ലീഡർമാരാകുന്ന എല്ലാവരും പറഞ്ഞതും എൻ്റെ നന്മയ്ക്ക് തന്നെയാണ്. പക്ഷേ എൻ്റെ അപ്പത്തെ ബെസ്റ്റ് നന്മ ഏതെന്ന് നമുക്ക് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ മെൻറ്റർക്ക് അറിയാൻ പറ്റും. അവരോട് ചോദിച്ചാൽ മതി, സാറേ ഇങ്ങനത്തെ ഒരുപാട് കാര്യം കേട്ടു, ഇതനുസരിച്ച് ഞാൻ ഇത് ഏറ്റെടുക്കുന്നോ, അതല്ല സാറിന് വേറെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ? ഇതല്ലാതെ ഈ യഥാർത്ഥത്തിൽ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന മെൻറ്റർക്ക് ഈ കാര്യങ്ങൾ അറിയാതെ നമ്മൾ മറ്റൊരു സ്ഥാനത്തിൽ അടിപ്പെടുന്ന സമയത്ത് അത് ഈ മെൻറ്റർ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അതായത് നമ്മൾ ലീഡ് ചെയ്തു പോകുന്ന അറ്റ് പ്രസൻറ്റിലെ നമ്മുടെ ആക്റ്റീവ് മെൻറ്റർ അല്ലെങ്കിൽ ലീഡർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് മെൻറ്റർ എന്ന് പറയുന്ന പദം മെൻറ്ററിങ് എന്നുള്ള സബ്ജക്റ്റ് പറഞ്ഞിട്ട് അതിന് ലീഡർ ആയാലും ശരി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലീഡറോട് പറയണം, ഞാൻ ഇങ്ങനെയൊക്കെ ക്ലാസ്സിൽ കേട്ടു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ എൻ്റെ കിട്ടി, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ പോകുന്നതിൽ സാറുടെ നിലപാട് എന്ത് എന്ന് നമ്മളെ മുന്നിൽ നിന്ന് പടം നയിക്കുന്ന ഇമ്മീഡിയറ്റ് ലീഡർ അല്ലെങ്കിൽ മെൻറ്റർ അറിയണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ച് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ആദ്യം വായിക്കേണ്ടത് ഒരു പക്ഷേ റിച്ച് ഡാഡ് പൂർ ഡാഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രാറ്റജികളായിരിക്കാം, ഏറ്റവും താഴെ തട്ടത്തൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതും നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മുടെ ലീഡർമാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളതാണ്. ഏറ്റവും പ്രധാനമാണ് ആ കാര്യം. ഇനി അതേ സമയത്ത് തന്നെ ഈ മെൻറ്ററിങ്ങിലെ ബാക്കിയുള്ള ലീഡർമാർ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നത്, നമ്മളെ ഗ്രൗണ്ടിൽ കാണപ്പെടുന്ന പല പല കാര്യങ്ങളുണ്ടായിരിക്കും. ഇത് ഫുള്ളിൻ്റെ മെൻറ്ററോട് പറയണോ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വേണ്ട എന്നാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് മുഴുവനായിട്ട് എൻ്റെ മെൻറ്ററോട് പറയുന്ന സമയത്ത് ആ പറഞ്ഞ സാധനത്തിന് ശേഷം ഈ വ്യക്തി നന്നായി കാണാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ അതേ വികാരത്തിൽ സമർപ്പിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താണ്, പറഞ്ഞോനെ കേട്ടോനെ കേട്ടുന്ന ഈ 5ാമത്തെ വ്യക്തി, നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഉദാഹരണം കാണിക്കാറുണ്ടല്ലോ, വരിക്ക് നിർത്തിയിട്ട് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ഒന്നുകിൽ സിറ്റുവേഷനിൽ വികാരം കുറഞ്ഞേക്കാം, സൗണ്ടിൻ്റെ ടോൺ മാറ്റിയേക്കാം, അതല്ലെങ്കിൽ കേൾക്കുന്ന വ്യക്തിയുടെ അന്നേരത്തെ മോഡ് അനുസരിച്ചായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ ശരാശരി ചിലർ പറയുന്നുണ്ട്, എന്തുണ്ടെങ്കിലും മെൻറ്റർ അറിയണം. ഞാൻ ആ വരിയോട് അത്ര കൂറ് പുലർത്താറില്ല. എന്തുണ്ടെങ്കിൽ അറിയണം, ഏതാണ് ആ പറഞ്ഞതിന് അർത്ഥം? ബിസിനസ്സിനെ ബാധിക്കുന്ന എന്തുണ്ടെങ്കിലും. അത് പ്രത്യേകത തന്നെയാണ്. ചിലത് ബിസിനസ്സിനെ അത്ര കണ്ട് ബാധിക്കാത്തതുണ്ടാകും, സിമ്പിളായിട്ട്. അത് നമുക്ക് തന്നെ പരിഹരിക്കാനും കൈകാര്യം ചെയ്യാനും പറ്റുമെങ്കിൽ അത് നമ്മളിൽ ഒതുങ്ങണം. കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരു നെഗറ്റീവായിരിക്കുന്നൊരു കാര്യമാണ് മുകളിലോട്ട് എത്തിച്ചെങ്കിൽ പിന്നീട് ആ മെൻറ്റർ ഈ വ്യക്തിയെ കാണുന്നത് എങ്ങനെയാകും? ഒരു മനുഷ്യന്മാരാണ്, പല തലത്തിലുണ്ടായിരിക്കും. ചിലപ്പോൾ തിരുത്തപ്പെടാൻ പറ്റിയില്ല എങ്കിൽ ഒരു കറയുടെ രൂപത്തിൽ നമ്മൾ വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ദർപ്പണം, ഏതൊരു ഗ്ലാസ്സാണ് വെച്ചത് ആ കണ്ണാടിയിലെ കാണും. ഇനി അതിനേക്കാൾ ടോപ്പ് മെൻറ്റർ ആണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ എല്ലാം പറയുന്നത് അപ് ടു ഹിസ് ക്വാളിറ്റി എന്നതാണ് പറയുന്നത്. ഇനി വേറൊരു മെൻറ്റർ ഉണ്ട്, ഗ്രാൻഡ് ആവട്ടെ, അതല്ലെങ്കിൽ ABCD തലത്തിൽ D ആവട്ടെ, E ആവട്ടെ, F ആവട്ടെ, ഏത് മെൻറ്റർ ആവട്ടെ, ലീഡർ ആവട്ടെ, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഇതൊന്നുമല്ല. അദ്ദേഹം എന്താണ്, എല്ലാം കേൾക്കും, തീ കൂടെ എങ്ങനെ വിടും, അതൊക്കെ ഹല്ലി ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ലീഡർ ആണെങ്കിൽ നോ എനി പ്രോബ്ലം, അയാളെക്കുറിച്ച് സബ്ജക്റ്റും ഇല്ല, വരിയുമില്ല. കാര്യം എന്താണ്, നമ്മൾ പേഴ്സണാലിറ്റി കറക്റ്റ്, ക്വാളിറ്റി ഫിറ്റ് കറക്റ്റ് ലീഡറാണെങ്കിൽ ഈ പറഞ്ഞ വരിയൊന്നും അയാൾക്കുള്ളതല്ല, അയാൾ ഉണ്ടാക്കുന്നതാണ്. കാരണം ഹീ ഈസ് എ സൂപ്പർ പവർ മാൻ, അയാൾ വേറെയാണ്. സോ ഞാൻ പറയുന്നത് ഒരു ശരാശരി രൂപത്തിലാണ്. ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പ്രധാനമായിട്ടും അങ്ങനത്തെയുള്ള ഈ ഒരു എന്താ പറയുക, ഇത് സൈഡ് ഡ്രൈവിംഗ് നടത്തുന്ന സമയത്ത്, ഇടപെടുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും നല്ല വളർന്നു പോകുന്ന ടീമാവട്ടെ, ലീഡേഴ്സ് ആവട്ടെ, അവിടെ ഇടപെടുന്ന സമയത്ത് ആ ആളോടൊന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാനും. അല്ലാതെ നടത്തിയതിന് ശേഷം പറയുന്ന തലത്തിലാവരുത്. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ സാർ എന്നാൽ ഏതായാലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ചെയ്ത് കൊടുത്താളി, അല്ലെങ്കിൽ അങ്ങനെയും കൂടി ഇങ്ങനെയും കൂടി അങ്ങനെ ആയിക്കോട്ടെ. ഇങ്ങനെ വരുന്നത് നല്ലതാണ്. എന്തിനെന്നറിയോ, നമ്മൾ കൃത്യമായിട്ടും ഒരു നല്ല റിലേഷനിനും അതേപോലെ തന്നെ സുഗമമായ നടത്തിപ്പിനും. ഇല്ലാന്നുണ്ടെങ്കിൽ അതും
പ്രതിസന്ധിയാണ്. അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ്ലി പറയുന്നത് ക്ലയൻ്റ് ആകുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യാനുള്ള കാര്യം, നമ്മളെ ലീഡർമാരെല്ലാവരും ടോപ്പാണ്, ആരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്, ആരും ചെറുതല്ല. പക്ഷേ നമ്മൾ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂഷൻ വരാൻ നമ്മൾ തന്നെയാണ് കാരണം. കാരണം എന്താ പറയുക, നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ആ മെൻറ്ററായിട്ട് പോയപ്പോൾ നല്ല രസമുണ്ട്, ഈ മെൻറ്ററോട് പറയുമ്പോൾ അതിനേക്കാൾ രസമുണ്ട്. അങ്ങനെ നമ്മൾ പോയിൻ്റ് തേടി പോകുന്നൊരു പ്രാന്തനായി മാറും. ഈ ബിസിനസ്സിൽ തോറ്റതിൽ ചില ആളുകൾ സ്റ്റക്കായ ഒരു സ്റ്റെപ്പ് ഇതാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. അവർക്ക് പോയിന്റുകൾ ശേഖരിക്കാൻ പോകാൻ ഭയങ്കര ബത്തപ്പാറാണ്. ഈ പോയിൻ്റൊക്കെ കിട്ടിയിട്ട് എന്താണ്, നമ്മൾ അവലോസം ഉണ്ടാക്കിയാണ്ട് നമ്മൾ ചാറ് വെച്ച് തിന്നാനുള്ളതാണോ? ഒന്നുമല്ല. എന്തിനാ അത് കിട്ടാനുള്ള സാധനം ഫുൾ SBG തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. പിന്നെ യൂട്യൂബിൻ്റെ ഇരുന്നിട്ടും അവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും അത് പറയാനുള്ള ചന്തത്തിനും കേൾക്കാനുള്ള രുചിക്കും വേണ്ടി നമ്മൾ വെറുതെ എന്തിനാ സമയം കളഞ്ഞത്? നമ്മൾ അറിയുന്ന ഒരു വരിനെ ചെയ്താൽ മര്യാദയ്ക്ക് ഡയമണ്ട് ആകാനുള്ള വിവരം നമ്മളേക്ക് ഉണ്ടാവും. നമ്മളിത് ചെയ്യൂല. നമ്മൾ ഈ പോയിൻ്റ് ശേഖരിക്കൽ ഒരു രസകരമായ സാധനമാണ്. അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. കൺഫ്യൂഷൻ ആകുന്നത് നമ്മളറിയില്ല. നമ്മൾ പറയില്ല, ഏതൊന്നിനോടും മടുക്കുന്ന സമയത്ത് ചാരിയാൽ ചാരിയത മണക്കുന്നവരെ നമ്മൾ ഏതുമായിട്ട് കണക്ട് ചെയ്താലും അത് നമ്മളെ ശരിക്ക് എഫക്റ്റ് ചെയ്യും. അതൊരു സയൻസാണ്. ചൂടുള്ള സാധനത്തുമ്പോൾ കയറി നമ്മുടെ ബോഡി ചൂടാകും. തണുപ്പുള്ള സാധനവുമായിട്ട് ചാരി എന്നാൽ തണുപ്പാകും നമ്മൾ. അതല്ലാതെ എനിക്ക് തണുപ്പൊന്നും ആവില്ല, ഞാൻ ഭയങ്കര ഹീറ്റ് എനർജി ഉള്ള വ്യക്തിയാണെന്നുണ്ടൊന്നും കാര്യമില്ല. ഒരു സാധനവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വന്നിരിക്കും. തൊട്ട് തീണ്ടുമ്പോൾ അത് വരും, ഉറപ്പാണ്. അപ്പം നമ്മളാണ് അതിൻ്റെ വകയൊരുക്കുന്നതെങ്കിൽ ഓരോ ക്ലയൻറ്റുകളും, നിങ്ങൾ സെലക്ട് ചെയ്തൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ, ഒരു പവർഫുൾ മോണിറ്ററിങ് ലീഡർ ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് കമ്മിറ്റഡ് ആവുക കംപ്ലീറ്റ്ലി. അദ്ദേഹം തന്നെ മതിയെന്ന് വിശ്വസിക്കുക. തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് തിരഞ്ഞെടുത്താൽ മതി, എത്രയേ ഉള്ളൂ. സോ ഈ കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുക. ദെൻ ഫൈനലി നമ്മളെ അപ്ലൈൻ ഡൗൺലൈൻ, ഈ മെൻറ്ററിങ് വരുന്ന സമയത്ത് ഈ പദം കൂടി കറക്റ്റാണ്. കാരണം ഏതൊരു അപ്ലൈൻ ആളോ നമ്മളുടെ മെൻറ്ററായി വരുന്നത്, ഏതൊരാളുടെ ഡൗൺലൈൻ ആളോ നമ്മുടെ മെൻറ്റർ. അപ്പോൾ ഈ അപ്ലൈൻ ഡൗൺലൈൻ ഒക്കെ ഇതിൻ്റെ ഭിന്നമുഖങ്ങളാണ്. ക്രോസ് ലൈൻ ഒരിക്കലും വരാതിരിക്കുക. നമ്മളെപ്പോഴും തിരിച്ചറിയാം, നമ്മളെ വിജയത്തിന് വേണ്ടി ഒരിക്കലും ക്രോസ് ലൈൻ നന്മയുള്ളത് പറയില്ല, ഉറപ്പാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ അഡ്വൈസ് തേടി പോകുന്നത് പൊട്ടത്തരമാണ്. എന്ന് മാത്രമല്ല, അങ്ങനത്തെ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നത് പോലും ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് എപ്പോഴും ലീഡർമാർ പറഞ്ഞത്, നിങ്ങളുടെ മൊബൈലിൽ എങ്ങാനും ക്രോസ് ലൈൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തോ, അത് ദുരന്തത്തിനാണ്. നമ്മൾ വിചാരിക്കും, അല്ല സാർ അത് സൗഹൃദമല്ലേ എന്ന്. എന്തിനാടോ ആ സൗഹൃദം? ആവശ്യമില്ലാത്ത സൗഹൃദത്തിന് വല്ല ആവശ്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്, ഇതിനെക്കാട്ടി നല്ല പേഴ്സണാലിറ്റിയുള്ള ആൾക്കാർ, കഞ്ചാവ് കച്ചവടക്കാരുണ്ട് നാട്ടിൽ, അവരൊക്കെ നമ്പർ വെച്ചോളൂ. പക്ഷേ വെച്ചില്ല പിറ്റേ നമ്മൾ തൂങ്ങും. കാര്യം എന്താണ്, കഞ്ചാവ് വേട്ട നടത്തുന്ന സമയത്ത്, കോൾ ലിസ്റ്റ് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളെ നമ്പറും കൂടി അതിലുണ്ടെങ്കിൽ വേഗം തീരുമാനമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണ്ടാത്ത നമ്പർ കയ്യിൽ വേണ്ടാന്നേ. നമുക്ക് എന്തിനാ ആവശ്യമില്ല. നമുക്ക് എല്ലാം തന്നെ ഇവിടെ അവരാൻ്റെ ടീമിനെ വിളിക്കാൻ നേരമില്ല, അതേപോലെ തന്നെ അപ്ലയൻസിനെ വിളിക്കാൻ സമയമില്ല, അത്രയും തിരക്ക് പിടിച്ച ആൾക്കാരല്ലേ. അപ്പോൾ ക്രോസ് ലൈൻ നമ്പർ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഡേഞ്ചർ. അത് നമുക്കൊരു ക്യാൻസർ സെല്ലാണ്, തിരിച്ചറിയാൻ നമുക്ക് പറ്റുക. എത്ര ഉഷാറാണെങ്കിലും ഇറ്റ്സ് നോട്ട് ഗുഡ്. പിന്നെ നമ്മളൊരു ബിസിനസ്സിൻ്റെ വലിയൊരു കൊടക്ക് കീഴിലാകുന്ന സമയത്ത് ക്രോസ് ലൈൻ ഉണ്ടാകും. ഏതർത്ഥത്തിന് വെച്ചാൽ, സാറേ നിങ്ങളവിടെ ഫംഗ്ഷൻ വെക്കുന്നുണ്ട്, ഞാനിവിടെ വരുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അങ്ങനത്തെയുള്ള ഒരു സാഹചര്യപരമായ സാധനം അതൊരു ലീഡർക്ക് പറ്റുമെന്നാണ് ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ. ഒരു STC കഴിഞ്ഞ ലീഡറോ RTC കഴിഞ്ഞ ലീഡർക്കോ ക്രോസ് ലൈൻ നമ്പർ മൊബൈലിൽ ഉണ്ടെങ്കിലും അത് ഡീൽ ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയും. കാര്യം എന്താണെന്നറിയോ, അയാൾക്കറിയാം ഇയാളുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. അതൊക്കെ അപ് ടു ഹിം. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, ഒരു ലീഡർക്ക് പക്കാ ക്വാളിറ്റിയും പവർഫുൾ മിഷൻ, വിഷൻ ആൻഡ് പാഷൻ ഇതൊക്കെയുള്ള ലീഡറാണെന്നുണ്ടെങ്കിൽ എല്ലാ നിയമങ്ങളും അപ് ടു ഹിം എന്നേ ഞാൻ പറയൂ, അപ് ടു ഹെർ എന്നേ പറയുള്ളൂ. അവിടെ ഞാനൊരു നിയമം പറയില്ല, ഒരു നിയമത്തിനും ഒരാൾക്കൊന്നും പറയാനില്ല. ഓക്കെ, അയാൾ സെറ്റാണെങ്കിൽ. ഇനി നമ്മളെ മെൻറ്ററിങ്ങിലെ വേറൊരു പ്രശ്നമാണ്, മെൻറ്റർ പറഞ്ഞതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നീട്ടി പിടിച്ചു പോകും. കാരണം ഇപ്പോൾ പോകണ്ട. അപ്പോൾ ഒരു വലിയ പ്രശ്നം നടന്നതാണ്, ഇപ്പോൾ മെൻറ്ററിങ് പോയ ആദ്യത്തെ ചോദ്യം ഇതാവും. ഈ ലെവലിൽ നിന്ന് നമ്മൾ തോൽക്കുന്നുണ്ടാവും. കാര്യം നമ്മളാണ് നമ്മളെ വൈകിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കും, എൻ്റെ മെൻറ്റർ ഇന്നെ വിളിക്കട്ടെ, ഇന്നെ വിളിക്കട്ടെ, ഇന്നെ വിളിക്കട്ടെ. അതിനേക്കാൾ ബെസ്റ്റ് എൻ്റെ മെൻറ്ററെ ഞാൻ വിളിക്കട്ടെ, എനിക്ക് പോകണം. ഇതാണ് ഏറ്റവും നല്ലത്. കാര്യം കരയുന്ന കുട്ടിക്ക് പാലെന്ന് പറഞ്ഞ പോലെ നൂറുകണക്കിന് ഡ്യൂട്ടിയുള്ളയാളാകും മെൻറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ടും മെൻറ്റർ വിളിക്കാൻ കാത്തിക്കണ്ട. മെൻറ്റർ വിളിക്കില്ല എന്നല്ല, വിളിക്കരുതെന്നുമല്ല, രണ്ടും ചെയ്യണം. അത് വേറെ വിഷയം. പക്ഷേ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ, എൻ്റെ മെൻറ്റർ എടുത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ് ഞാൻ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാതെ എന്താ എൻ്റെ മെൻറ്റർ എന്നെ വിളിച്ചാലും ഞാനും അദ്ദേഹത്തിൻ്റെ താഴെയല്ലേ വർക്ക് ചെയ്യുന്നത്, എൻ്റെ ബിസിനസ് അദ്ദേഹത്തിനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ അംബാനി വീട്ടിൽ ഫോം വിളിക്കാൻ കാത്തുകയാണ്. എൻ്റെ വണ്ടിയിൽ എണ്ണ അടിക്കണമെങ്കിൽ അംബാനി ഇങ്ങോട്ട് വിളിച്ചിട്ട്, മൂപ്പര റിലയൻസ് പമ്പെന്നല്ലേ അടിക്കുന്നത്, ഞാൻ എന്തടിച്ചാലും മൂപ്പർക്കല്ലേ, നീതാ അംബാനിയോ മിനിമം മുകേഷ് അംബാനിയെങ്കിലും വിളിക്കാതെ ഞാനും വിട്ടുന്നു എണ്ണ അടിക്കില്ല. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവിടെ കിടന്ന് തുരുമ്പ് പിടിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണോ ആരും വിളിക്കണമെന്നില്ല, തോന്നുന്ന സ്ഥലത്തേക്ക് എണ്ണ അടിച്ചിട്ട് പോകാം. ഇത് ഒരു പ്രധാന ഘടകമാണ്. നമ്മളാണ് നമ്മുടെ കാര്യം ചെയ്യാനുള്ളത്. ഒരാൾ വിളിക്കാൻ കാത്തു നിൽക്കണ്ട, സമയം നമ്മൾ ഉണ്ടാക്കണം. ഇനി രണ്ടാമത്, സമയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, യുദ്ധകാലാടിസ്ഥാനത്തിലെ വിളി. സാറേ ഹലോ, സാറുമായിട്ടൊരു മെൻറ്ററിങ് വേണം, ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവിടെ വരുന്നുണ്ട്. ഇതിൽ ആരാ മെൻറ്റർ ശരിക്കും അറിയാം, വിളിച്ചോനാ മെൻറ്റർ. അങ്ങനെയല്ല അതിൻ്റെ വിളി എങ്ങനെയായിരിക്കും, സാറേ എനിക്കൊന്ന് ഇരിക്കണം എന്നുണ്ടായിരുന്നു സാറിന്. അത് ഒരു 1-2 ദിവസം മുന്നേ നമ്മൾ ഗ്യാപ്പ് ചെയ്തിട്ട് വേണം. അല്ലാതെ നെക്ക് വിളിയും, സാറേ ഈ മന്ത്രിയുള്ള വിളി ഞാൻ ആകെ ഒരു ദിവസമുള്ളൂ, സാറേ ഇന്ന് തന്നെ വരണം. ഇനി അങ്ങനെ പറയാം ഈ മെൻറ്റർക്ക് സമയം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ആ മെൻറ്റർ അന്നേരത്ത് നോ എന്ന് പറഞ്ഞാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. കാര്യം എന്താണ്, നമ്മൾ ഇടിച്ച് കയറി ചോദിച്ചതല്ലേ. അപ്പോൾ നമ്മൾ
നമ്മളാണ് നമ്മുടെ സമയം ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ ഡിസിപ്ലിൻ മാന്യതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. വേറൊന്ന്, മെൻറ്റർ പറയുന്ന സമയത്ത് അരിപ്പ വെച്ച് കേൾക്കരുത്, അതും പ്രധാന ഘടകമാണ്. അതായത് ഈ പറഞ്ഞത് എനിക്കല്ല, അതിൻ്റെ ഡൗൺലൈനാണ്, ഇത് വേറൊരാൾക്കുള്ളതാണ്, ഇത് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ മെൻറ്ററിങ്ങിൻ്റെ മെയിൻ സ്വഭാവം എന്ന് വെച്ചാൽ നല്ല പോയിന്റുകളുണ്ട്, ഇതൊക്കെയാണ് നമുക്ക് ഞാനൊരു മെൻറ്ററാണ് സമയത്ത് പറഞ്ഞു കൊടുക്കാനുള്ളത്, ആ ലെവലിൽ കേട്ടാൽ മതി, ഇത് എനിക്ക് ചെയ്യാനുള്ളതല്ല, ആ ലെവലിലേക്കും വരരുത്. ഇതൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കാൻ, ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ചുള്ള വരികളാണ് പറയുന്നത്, അല്ലാതെ നമ്മൾ ഒരാൾക്കും വേണ്ടി പറയല്ല. ഇനി അപ്ലൈൻ ഡൗൺലൈൻ ബന്ധത്തിൻ്റെ ഭാഗം കൂടി പറഞ്ഞ് ഒരു 2 മിനിറ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ടാകും. നമ്മൾ അപ്ലൈൻ ഡൗൺലൈൻ ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു കറകളഞ്ഞ ബന്ധമാക്കി നമുക്ക് തുടരാൻ പറ്റണം. എന്ത് തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിലും അത് പറഞ്ഞ് പൊരുത്തപ്പിടിച്ച ഭംഗിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ തമ്മിൽ തന്നെ കീരിയും പാമ്പൂറ്റാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ വരും, ജനറേഷൻ പോലും അത് വരുമല്ലോ, എവിടേക്കും ജനറേറ്റ് ചെയ്ത് പോകില്ല. നമ്മളിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് പോലും നമ്മളൊന്നായാലല്ലേ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് അയലേക്കത്തെ ഏതോ പെണ്ണ്, അതായത് അമേരിക്കത്തെ ഒരു മദാമിയും കേരളത്തിലെ ഒരു മലയാളിയും, ഇവർ തമ്മിൽ ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, ഒരു റിലേഷനും ഇല്ല, പക്ഷെ അവർ കണ്ടാൽ ഒരു സന്തതി പറഞ്ഞു, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുമോ? നിങ്ങൾ കേട്ടോക്കാണി, എനിക്കറിയില്ല, ഞാൻ ആകാശത്ത് കൂടി പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, എപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു തലമുറ, ഒരു ജനറേഷൻ പിറക്കൽ ഇവർ തമ്മിലും കൃത്യമായിട്ട് നല്ല രമ്യതയിലും നല്ല റിലേഷനിലും ഉണ്ടെങ്കിലാണ്. ഈ അപ്ലൈനും ഡൗൺലൈനും എന്നും കീരിയും പാമ്പുകയാണെന്നുണ്ടെങ്കിൽ ഏത് ജനറേഷനാണ് ഇത് പിറക്കൽ എനിക്കറിയില്ല. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ചട്ടിയും കലാകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അത് പൊരുത്തപ്പെടാനും ക്ഷമിക്കാനും സഹിക്കാനും അതിൻ്റേതായ ലെവലിൽ എടുക്കാനും വീണ്ടും നമ്മൾ സംയോജിക്കാനും നമ്മൾ തയ്യാറാവണം. കാര്യം ഇത് തൊണ്ട് തടഞ്ഞിട്ട് കപ്പിൽ നിൽക്കേണ്ട കാര്യമല്ല. ചെറിയ ഈഗോ ക്ലാഷ് ആയിരിക്കും. നമ്മൾ എന്തിനാണ് അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്? ഇത് നമ്മൾ പറയും ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നമ്മൾ ആകെ വോള്യൂം 15,000 അവിടെയും ആകെ 3,000 ഇങ്ങോട്ട് വന്നുള്ളൂ. ഇങ്ങോട്ടും നമ്മളപ്പോൾ തന്നെ പറഞ്ഞേ സാർ അതിൻ്റെ പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ ആകെ 11,000 ഉണ്ടാവും, 15,000 ആയിട്ടുണ്ടാവില്ല, 14,440 അത്രേ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ അതിൻ്റെ പവറാണ്. ഇങ്ങേപ്പുറത്ത് എൻ്റെ വീക്കർ സാറേ, അവിടെ എനിക്ക് ശരിക്കും നോക്കേണ്ടത്. കാരണം അവിടെ എന്തുണ്ട്, 14,440 ഇല്ല, 39 ഉണ്ട്, ഒരു വോള്യത്തിൻ്റെ കുറവുണ്ട്. ഇതിൻ്റെ വീക്കർ നോക്കണം. എന്താണത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അപ്പോഴൊക്കെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സീരിയസ്ലി നല്ല ബന്ധത്തിൽ, കാര്യം ഇത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ മാറാനുള്ളതാണ്. എപ്പോൾ നോക്കിയാലും പുഞ്ചിരിക്കാൻ വകയുണ്ടായിരിക്കും. ഒരു പക്ഷേ എന്തെങ്കിലും സൗണ്ടിൻ്റെ പ്രശ്നം, ഓക്കെ, നോ പ്രോബ്ലം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് മാപ്പ് കൊടുക്കാനും ക്ലിയർ ആക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ 1000 ദിവസം കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങും പൊളിയാൻ ഒരൊറ്റ ബോംബ് മതി. പൊളിക്കാനാകെ 1 മിനിറ്റ് മതി, അല്ലെങ്കിൽ 1 സെക്കൻഡ് മതി. ഫും എന്ന് പറയുമ്പോൾ തന്നെ നാമശേഷമായിട്ട് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡെമോളിഷ്ഡ് ആൻഡ് ഡ്രാസ്റ്റിക്കലി അതാകെ ടോപ്സ് ആൻഡ് ടെർവീഡായി മാറിയിട്ടുണ്ടാകും, ആകെ കീഴ്മേൽ മരിക്കപ്പെട്ടിട്ടുണ്ടാകും. ബട്ട് എനി ഹൗ ഇത് നിലനിർത്തി കൊണ്ടുപോകാനാണ് പെടാപ്പാടുണ്ടാവില്ല. അതുകൊണ്ട് നിലർത്തി കൊണ്ടുവന്ന നല്ല ബന്ധങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ബാക്കിയൊക്കെ നമ്മൾ മാറ്റി നിർത്തി ഒഴിവാക്കിയിട്ട് സീരിയസ്ലി കൊണ്ടുപോകേണ്ടത് അങ്ങനെ ചെയ്യണം. കാര്യം നമ്മളുടെ പെരുമാറ്റങ്ങളും ആ ലെവലിലേക്കായി മാറണം. വിശിഷ്യ നമുക്കുണ്ടാകുന്നത് ഇമോഷണൽ ഇംബാലൻസ് കൊണ്ടേക്കാം, പടക്കം പൊട്ടിച്ച് സംസാരിച്ചേക്കാം. നമ്മൾ ലീഡേഴ്സിനോട് ഒരു പക്ഷേ ഡൗൺലൈൻസിന് മുമ്പ് ഒന്ന് കത്തി കയറി പറയുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം, ഈ പദം ശരിയാണോ? നമ്മളെ ഡൗൺലൈൻസ് അദ്ദേഹത്തിനെ ദൈവമായി കാണുന്നുണ്ടാകാം, ലീഡറായി കാണുന്നുണ്ടാകാം, വലിയൊരു കണ്ണിലുണ്ണിയായി കാണുന്നുണ്ടാവുക. അയാളുടെ അങ്ങോട്ട് ഒലിമ്പി പണ്ടാറെടുക്കുകയാണ്. ഒരിക്കലും ചെയ്യരുത്. കാര്യം എന്താണെന്നറിയോ, ആ വ്യക്തി നമ്മളെ നാളെ സഹായിക്കാനുള്ള വ്യക്തിയാണ്, നമ്മളെ വളർത്താനുള്ള വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായില്ല, നീഡ് മനസ്സിലായില്ല. ഏത് സമയത്താണ് ഇയാളൊക്കെ വളർന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മളെ താഴത്ത് ഉറങ്ങി തൂങ്ങിയ TC ആകും, ATC ആകും, DTC ആകും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അവനൊക്കെ കിടക്കട്ടെ, അവൻ സാധാ ATC അല്ല, അവനേക്കാൾ ബെസ്റ്റ് എൻ്റെ STC ആണ്, അതുകൊണ്ട് ഞാൻ അവനെ തേനേ മാനേന്ന് പറയട്ടെ എന്ന്. ഈ STCൻ്റെ ഓർഗ് 1 ടീമും നാളെ വീക്കാകുകയും ഈ കണ്ട DTC നാളെ പടക്കം പൊന്നി വരേണ്ട ആകാശത്ത് ഒരു ബാണം പോണ പോലെ ITC ആണെന്ന് കാണണം. ആ സമയത്തേക്കാരും നമ്മൾ കണ്ണിലുണ്ണി. അന്നേരത്തെ നമ്മൾ പദങ്ങളൊക്കെ മാറ്റും. ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു, ഞാൻ അന്നേ നോക്കിയിരുന്നു. നമ്മളെ നെറ്റ്വർക്കിൽ സാധാരണ ശരാശരി ഒരു ടിപ്പിക്കൽ വേർഷനാണ് ഇത്. വളർന്നു വന്ന ലീഡറെ ഞാൻ വളർത്തിയതാണ്. തളർന്നതിനെ പറ്റി എനിക്കറിയില്ല. അതൊരു നമ്മളൊരു ക്രെഡിറ്റ് അക്വസിഷൻ മാനിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മനോജ് സാറ് കൃത്യമായിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ചില ലീഡർമാരൊക്കെ പറയും എൻ്റെ ഓർഗ് തോണിൽ ഇത്ര ഡിസ്ട്രിബ്യൂഷൻ ഐഡിയ ഉണ്ട്, ഏകദേശം ഞാനിപ്പോൾ ഒരു 10 കോടി ബിസിനസ് കവർ ചെയ്തിരിക്കുന്നു, 50 കോടി ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു, 30 കോടി കവിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് തൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഈ മേലെ ഇങ്ങനെ ഇരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അത് ഡൗൺലൈൻസ് പറയേണ്ടി വരും. അത് അവൻ പറഞ്ഞു കടന്നോട്ടെ, അത് ഓൻ്റെ എന്ന് പറയണ്ട, ഓനെ താഴത്തുണ്ടായതുകൊണ്ട് അങ്ങനെ പറയാമെന്ന്. അങ്ങനെയാവും ചെയ്യരുത്. നമ്മളാകുന്ന മുഴുവൻ അപ്ലയൻസും ഓർഗ് 1 ആയാലും 2 ആയാലും നമ്മളെ താഴത്തേക്ക് എവിടേക്ക് ബിസിനസ് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ്, നമ്മളേതായിരിക്കുന്ന ഒരു പ്രാതിനിധ്യം, നമ്മളേതായിരിക്കുന്ന ഒരു എന്താ പറയുക ഹെൽപ്പ് സർവീസ് നമ്മൾ കൃത്യമായിട്ടും എൻഷുർ ചെയ്യണം. എന്നാലേ അഭിമാനത്തോടു കൂടി ഒരു ജയത്തിൻ്റെ ക്രെഡിറ്റ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ അതൊരു പ്രധാന ഘടകമാണ്. സോ
നിർബന്ധമായിട്ടും ആ കാര്യം ചെയ്യാം. ദെൻ മറ്റൊന്ന് ഫൈനലി ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താണ്. 48 ആയിട്ടുണ്ട്, എന്തായാലും ശരി, ഇപ്പോൾ ഞാൻ നിർത്തും. അതായത് രണ്ടാമത്തെ ഫൈനലി ഒരു കാര്യം, നമ്മൾ ഡൗൺലൈൻ്റെ അടുത്തേക്ക് പോയിട്ട് കൗൺസിലിംഗ് ചെയ്യരുത്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളൊരു സാധാ നാടനായിരിക്കുക, ഒരു പക്ഷേ കുടുംബശ്രീയിൽ നിന്ന് വന്നതായിരിക്കുക, അല്ലെങ്കിൽ സാധാ കൂലിപ്പണിയിൽ നിന്ന് വന്നായിരിക്കുക. അതൊന്നും ചെറുതല്ല കേട്ടോ, ഞാൻ പറയുന്ന ഒരു ശരാശരി മെൻറ്ററിങ്ങിൻ്റെയോ കൗൺസിലിങ്ങിൻ്റെയോ സെഷൻ അറിയാത്തവർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ തമാശകളൊരു ഓർഡിനറി പറഞ്ഞതാണ്. ഒരിക്കലും കുടുംബശ്രീയോ മറ്റൊന്ന് വർഷം ചെറുതല്ല, അവരൊക്കെ ലോകത്തിലെ ഇതിഹാസങ്ങളാണ്. ഒരു പക്ഷേ ഏതൊരു അഭ്യസ്ത കോളേജ് പ്രൊഫസറേക്കാളും മേലെയാണ്. അതൊക്കെ വേറെ വിഷയം, അതൊക്കെ പോട്ടെ. ഞാൻ പറയുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ വിഷയത്തെ പറ്റി അറിയില്ല. അപ്പോൾ നമ്മളെ മുമ്പിൽ ഒന്നുകിൽ ഒരു ഹെൽത്ത്, അല്ലെങ്കിൽ ഫൈനാൻസ്, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് എന്തോ ഒരു കാര്യം ഒരു ചലഞ്ച് വന്നു, നമ്മൾ ചെന്നുകാണ്ട് കരഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കുമ്പസരിച്ചിരിക്കുക. അപ്പോൾ ഡൗൺലൈൻ നമ്മളെ സമാധാനിച്ചു. അതൊന്നും ശരിയാക്കണം, നമ്മളില്ലേ കൂടെ, നമുക്ക് പൊളിക്കണം, അങ്ങോട്ടാക്കണം, അതൊക്കെ പറയുക. അതിന് ശേഷം പിന്നെ കുറേ സ്ട്രാറ്റജികളൊക്കെ തന്നു. അതിൻ്റെ ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ ബാക്കിലിരിക്കുക. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ പോയിട്ട് ബാക്കിൽ ബസ്സിൻ്റെ ഇരുന്ന് ആ വണ്ടി പോകില്ല എന്നുള്ളത്. അതായത് യാത്രക്കാർ ഫുള്ള് മുന്നിൽ കയറിയ ഡ്രൈവർ ബാക്കിലിരിക്കുക, ആ വണ്ടി എങ്ങനെ ഉണ്ടാവും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ സീരിയസ്ലി ഇത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നമ്മളാകുന്ന ഡൗൺലൈൻ ചിന്തിക്കേണ്ടത്, ഓരോ ഡൗൺലൈൻ ചിന്തിക്കുക, തൻ്റെ എന്ത് പ്രശ്നമുണ്ടോ പ്രയാസമുണ്ടോ അത് അപ്ലൈൻസിനെ സമർപ്പിക്കും. തൻ്റെ കൂടെ ആ പ്രശ്നം നടക്കുമ്പോൾ അത് മുഴുവൻ അറിയുന്ന ഡൗൺലൈൻ കൂടെ ഉണ്ടെങ്കിലും ആ ഡൗൺലൈൻ്റെ മുന്നേക്ക് എന്ന് നിങ്ങൾ പോയോ, നിങ്ങളെ സാമ്പത്തിക പ്രശ്നം പോലും, അതായത് സാറേ ഇപ്പം എൻ്റെ വരുമാനം ആകെ കുടുങ്ങി നിൽക്കടോ, ആകെ പ്രയാസത്തിൽ, ഞാൻ എന്താ ചെയ്യുക, ഞാൻ ആകെ കുടുങ്ങി പണ്ടാറടങ്ങി നിൽക്കുകയെന്ന് ഡൗൺലൈനോട് പറഞ്ഞാൽ അയാൾ ഉള്ളതുകൊണ്ട് അതിനൊക്കെ പരിഹാരം ചെയ്തു തരും. അതിൻ്റെ കൂടെ ഒന്നും കൂടി ചിന്തിക്കും, എൻ്റെ ലീഡർ തന്നെ ആകെ എന്താ പറയുക കുരിശിൽ കയറി നിൽക്കുക, എൻ്റെ അവസ്ഥ പറയും വേണ്ടാന്ന്. എന്നാൽ നേരെ മറിച്ച് കുഴപ്പമില്ല, നമ്മൾ എന്താ പറയുക കുടുംബപരമായിട്ട് നന്നായിട്ട് പരിചയം, കാലങ്ങളായി എണീം തുണയായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അന്നേരത്ത് വന്നൊരു സാമ്പത്തിക പ്രശ്നം അറിഞ്ഞെന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല. കാര്യം എന്താണ്, അത് വേറെ വിഷയം. ഇനി അവിടെയും സാമ്പത്തിക ഫണ്ട് കാര്യങ്ങൾ അതൊക്കെ വെറുതെയാണ്, ഡേഞ്ചറാണ്. കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പോയിട്ട് ഡൗൺലൈനോട് സമർപ്പിച്ച് ഇരിക്കരുത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നടത്താനുള്ളതാണ്. ദെൻ ഫൈനലായിട്ട് ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുക, നമ്മൾ അപ്ലൈൻ ഡൗൺലൈൻസിന് ഒരു പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നമുക്ക് എന്നും ഒരു ദിനം ഒരു സെക്കൻഡ് ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായി നിൽക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എൻ്റെ മുമ്പിൽ വന്നിട്ട് 1-2 വിദ്യാർത്ഥികൾ നമ്മുടെ ചിലപ്പം നമ്മൾ ക്യാമ്പസിലൊക്കെ അങ്ങനെ സംസാരിക്കാൻ വരും, സാറെ പേഴ്സണലായിട്ട് ഒരു കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസിന് വേണ്ടി ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു, സാറേ ഇന്നാലും സബ്ജക്റ്റ് തീരുന്നില്ല. ഒരാൾ നന്നായിട്ട് സയൻസ് പറഞ്ഞു, ഒരാൾ മാത്സ് പറഞ്ഞു, അങ്ങനെ ഓരോരുത്തർ സബ്ജക്റ്റ് പറഞ്ഞു. ഒരാൾ നമ്മുടെ ലോജിക്കൽ സബ്ജക്റ്റിന് അറബിക്കാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ശരി, അങ്ങനത്തെ ഒരു സബ്ജക്റ്റൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് അധ്യാപകനാണ് അതെടുക്കുന്നത്, അയാളെ ഗുണത്തിനും നന്മക്കും ഐശ്വര്യത്തിനും വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അതെന്താ സാർ അങ്ങനെ ഒരു സയൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. ചെയ്ത് നോക്ക്, കിട്ടിയാൽ കിട്ടുമെന്ന് പറഞ്ഞു. മൊത്തത്തിൽ ബാക്കി കുറച്ച് ഐഡിയാസും പറഞ്ഞിട്ടു. പക്ഷേ ഈ ഐഡിയ നന്നായിട്ട് ഫലിച്ചു. ഇത് ഉള്ളതാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു സാധനമാണ്. നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് തിരിഞ്ഞില്ലെങ്കിൽ ആ സബ്ജക്റ്റ് എടുക്കുന്ന വ്യക്തിയുടെ, അത് ഏത് ജാതിയാവട്ടെ, മതമാവട്ടെ, പാർട്ടിയാവട്ടെ, അതൊന്നും നോക്കരുത്. കാരണം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ വരുന്നത് ദൈവത്തിൻ്റെ വെളിച്ചമാണ്. അൽ ഇൽമു നൂറും മിനല്ലാഹ് എന്നുള്ള തത്വജ്ഞാനമുണ്ട്. എല്ലാ വിജ്ഞാനവും ദൈവത്തിൻ്റെ വെളിച്ചമാണ്. ആ സാധനം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മക്ക് പ്രാർത്ഥിക്കുക. അദ്ദേഹം യശശരീരനാവാൻ, അദ്ദേഹം ചിരഞ്ജീവിയായി മാറാൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോസ്പെരിറ്റിക്കും വേണ്ടി പ്രാർത്ഥിച്ചു വെക്കുന്നുണ്ടോ. പിന്നെ അദ്ദേഹം പറയുന്നത് തിരിയുന്നു, അദ്ദേഹം പറയുന്ന സ്ട്രാറ്റജി നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നു. അദ്ദേഹം എവിടേക്കെയോ ഇടപെടുന്നത് നമുക്ക് സഹായമായിട്ട് മാറുന്നത് കാണാൻ പറ്റും. സോ എപ്പോഴും നല്ല പ്രാർത്ഥന അപ്ലൈൻസിലും ഡൗൺലൈൻസിലും ഉണ്ടാവണം. ഞാനൊക്കെ എന്നും രാവിലെ ഏർലി മോർണിംഗിൽ എൻ്റെ വിഷ്വലൈസേഷനിൽ ഇവരൊക്കെ ലോക രാജാക്കന്മാരായിട്ടാണ് എൻ്റെ ഡൗൺലൈൻസിനെയും അപ്ലൈൻസിനെയും ഞാൻ കാണാൻ ശ്രമിക്കാറുള്ളത്. അവർ സൂട്ടും കോട്ടൊക്കെ അണിഞ്ഞ് അമേരിക്കൻ രാജ്യത്തൊക്കെ കിടന്ന് പറങ്ങുന്നത് ഞാൻ എന്നും കാണാറുണ്ട്. അതിൻ്റെ സന്തോഷം ചില ആൾക്കാരെ ഞാൻ വിളിച്ച് പറയാറുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, വേറൊരു കാര്യമാണുള്ളതാണ്, ഒരു കാര്യം തിരിച്ചറിയുക, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ഒരിക്കലും നമ്മുടെ വിഷനോ മിഷനോ പെർപ്പസോ അത് മറന്നു പോകരുത്. നമുക്കൊരു വിഷനും മിഷനും പെർപ്പസും ഉണ്ടായിരിക്കണം. നമ്മൾ അപ്ലൈ എന്നുള്ളത് അയാളനുസരിച്ച് അയാൾ നേടുന്നുണ്ടാകും. കാര്യം എന്താണെന്നറിയോ, യു വിൽ ഹാവ് വാട്ട് വിൽ യു വർക്ക് ഫോർ. ഞാൻ സ്ലൈഡിൽ എഴുതി വെച്ച വരിയായിരുന്നു അത്. നീ എന്തിന് വർക്ക് ചെയ്യുന്നു അത് നിനക്ക് കിട്ടും. ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾ തമാശക്ക് വന്നതാണോ തമാശ കിട്ടും, നേരം പോക്കിന് വന്നതാണോ അത് കിട്ടും. അതല്ല ഇതിനകത്തൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ചെയ്യാൻ വന്നതാണോ അത് കിട്ടും. അതല്ല സമൂഹത്തിന് സർവീസിന് വന്നതാണോ അത് കിട്ടും. എന്തിന് നീ വന്നു അത് നിനക്ക് കിട്ടും. ഇതുവരെ നിങ്ങൾ വന്നപ്പോൾ എന്തിനെന്ന് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. കാര്യങ്ങൾ ഒന്നിനും വന്നതല്ല. ഏതുപോലെ നിങ്ങൾ അങ്ങാടിയിലേക്ക് വെറുതെ വന്നിട്ട് ആ തല തൊട്ട് കേക്കതല തൊട്ട് വടക്കേതല വരെ പോയി, നിങ്ങൾ ഒന്നിനും വന്നതില്ലെങ്കിൽ അവിടെ കറങ്ങിക്കാണ്ട് പോകാം. കുറച്ച് നല്ല ശ്വാസത്തിൽ ഓക്സിജന് പകരം നല്ല കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും വണ്ടീൻ്റെ, എത്രയേ കിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നേരെ പക്ഷേ നീ തക്കാളിക്കാണ് അങ്ങാടിയിൽ വന്നത്, നീ വണ്ടി നിർത്തുന്നത് തികച്ചും വെജിറ്റബിൾ ഷോപ്പിന് മുമ്പിലാകും, ജ്വല്ലറിൻ്റെ മുമ്പിൽ നിർത്തൂല. കാരണം അതിനുള്ളിൽ തക്കാളി ഇല്ല. നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ, എന്തിനാ വന്നത് നമുക്ക് തന്നെ ഒരു വൃത്തല്ല. അവിടെ വെറുതെ ഇങ്ങനെ കൊട്ടപ്പാലം കറങ്ങിയതിന് വരും, ആരോ ഉന്തി തള്ളിയപ്പോൾ GTSന് വന്നു, എന്തിനോ വന്നപ്പോൾ എന്തിനോ വന്നു, ഒക്കെ എന്തിനോ. അപ്പോൾ കിട്ടുന്ന സാധനം എന്തിനോ ഏതിനോ എങ്ങനോ അങ്ങനെ ഇക്കാരം.
നേരെ പക്ഷേ നീ ഇന്നതിന് വന്നാൽ ഇന്നത് കിട്ടും, അത്രയേ ഉള്ളൂ. സോ നമ്മൾ എന്തിനു വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ ഫൈനലി നമുക്കതാ ബെറി ബ്ലാസ്റ്റ് വരുന്നു, നെക്സസ് 25 വരുന്നു, തായ്ലൻഡ് വരുന്നു. ചാടാനും പാടാനും ആടാനും ഉല്ലസിക്കാനും ഒരു വമ്പൻ ലോകം MI ലൈഫ് സ്റ്റൈൽ SBG ലീഡർമാർ നമുക്ക് മുമ്പിൽ ഇതാ വെച്ചിട്ടുണ്ട്. ഇനി മാറേണ്ടത് നമ്മളാണ്. ഗ്രൗണ്ടും കാര്യം ഫുള്ള് സെറ്റാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ മാറാതെ നമുക്കൊന്നും വരില്ല. നമ്മൾ ചേഞ്ച് ആവാൻ റെഡിയാവുക. നമ്മളെ മെൻറ്റാലിറ്റി, നമ്മുടെ സ്വഭാവം, തികച്ചും പറയട്ടെ നമ്മുടെ ഇമോഷൻ, അത് വെരി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ സ്വഭാവം നല്ല പെർഫെക്റ്റ് ക്യാരക്ടർ, ഏതർത്ഥത്തിലെന്ന് പറഞ്ഞാൽ തേനേമാന എന്നുള്ള ക്യാരക്ടറല്ല. നമ്മളെപ്പോഴും ഒരാൾ ഇടപഴകുന്നതാവട്ടെ അത് ദേഷ്യം നന്നായിട്ട് കുറക്കുക, ഈഗോ നന്നായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. എല്ലാ ലെവലിലും നമ്മളൊരു അയാൾക്ക് ഇങ്ങോട്ട് പറയാനും ഒരു ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇടപഴകാനും അടുത്ത് വരാനും. മറ്റേത് പഠിച്ചോനെ ഇതാ ഈ ഡൗൺലൈൻ വരുന്നുണ്ട്, എന്താണെന്നാവുന്ന തലവേദന മിക്കവാറും ഞാൻ പ്രഷറിൻ്റെ ഗുളിക കുടിക്കേണ്ടി വരും. ഈ ലെവലിൽ ഫൈറ്റർ സ്ട്രെസ് കൈക്കാൻ പിടിച്ചിക്കാണ്ട് അപ്ലൈൻ കാത്തുക്കുന്ന ഒരു ഡൗൺലൈൻ ഉണ്ടാവരുത്. അതൊരു പ്രതിസന്ധിയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ വരുന്നത് ശരിക്കും ഈ പ്രശ്നം കൊട്ടി ഇതാക്കാനാണ്. കൊട്ടിക്കഴിഞ്ഞാൽ അയാളുണ്ട് പോവുകയും ചെയ്യും. എന്തിനാണ് നമ്മൾ അതേറ്റ് നടക്കുന്നത്? ഒരാളോടുള്ള പ്രഷറോ പ്രതിസന്ധിയോ നമ്മൾ താങ്ങി നടക്കരുത്. കാരണം ചീഞ്ഞളിഞ്ഞ ഉള്ളിച്ചാക്ക്, അതല്ലെങ്കിൽ സവാള ഗിരിഗിരി, നമ്മളെ പണ്ടത്തെ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ, ഇത് ചാക്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആരാനെക്കുറിച്ചുള്ള കുറ്റവും പ്രശ്നങ്ങളും ആണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ദുർഗന്ധം വമിക്കുന്നത് അത് താങ്ങിക്കൊണ്ടോൻക്കാണ്. അത് ചെരിയുമ്പോഴേ അവനക്കുണ്ടാവുള്ളൂ, മറ്റവനക്കുണ്ടാവുള്ളൂ. പക്ഷേ ഈ താങ്ങി നടക്കുന്നവൻ ഇതുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ ആരാനെക്കുറിച്ചുള്ള നെഗറ്റീവും കമൻറ്റും മറ്റവും പ്രശ്നവും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, അപ്ലൈനെ കുറിച്ചും ഡൗൺലൈനെ കുറിച്ചും കൂടുതൽ മൈക്രോ ഓപ്പറേഷൻസ് നടത്തി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്നറിയോ, അവരെ നമുക്ക് എന്നും വേണ്ടതാണ്. അപ്ലൈന് കുറവ് ഞാൻ ഒന്നും കൂടി അന്വേഷിക്കട്ടെ, ഡൗൺലൈൻ്റെ കുറവ് ഒന്നും കൂടി അന്വേഷിക്കട്ടെ. ഇത് കിട്ടിയിട്ട് എന്തിനാണ്? നമ്മളൊരു പെണ്ണ് കെട്ടിയാൽ പിന്നെ ആ പെണ്ണിൻ്റെ പണ്ടത്തെ കാലത്ത് അന്വേഷണം നടത്തി പോവുക. വൈഫ് ഉഷാറായിട്ടുണ്ട്, ഇന്നൊരു 2 മക്കളായി 3 മക്കളായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കുടുംബജീവിതം സന്നദ്ധമായിട്ട് നടന്നു വേണം. അപ്പോൾ ആ സമയത്ത് അവിടെ പഴയകാല പ്രണയം തേടി ഞാൻ പോകണം. എന്തിന്? അവളെ SSLCയിൽ എത്ര പ്രണയം ഉണ്ടായിരുന്നു, എത്ര കാമ്പുകം ഉണ്ടായിരുന്നു, ഇത് തേടിയിട്ട് എന്ത് കാര്യമുള്ളത്? ഇവിടെ ഒഴിവാക്കാനുള്ള പ്ലാൻ ഉണ്ടോ? പിന്നെ എന്തിനാ തേടി പോകേണ്ട ആവശ്യം? അപ്പോൾ സീരിയസ്ലി നമുക്ക് കൂടെ നിന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ അവരെ തെറ്റുകുറ്റം തേടി പോകുന്നത് പൊട്ടത്തരാണ്. കേട്ടതിന് ഒറ്റൊന്ന് പരിഹാരം ഉണ്ടാക്കിയാൽ അത് ബ്രെയിനിൽ നിന്ന് എന്താ ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്യുക. കാര്യം എന്താണ്, എനിക്ക് എൻ്റെ ഡൗണിനെ കുറിച്ചും അപ്ലൈനെ കുറിച്ചാണെങ്കിൽ ശരി നെഗറ്റീവായ ഒരു വരി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അപ്രോച്ച് അങ്ങനെ ആകുമെന്ന് ഞാൻ തന്നെ പേടിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പെട്ടെന്ന് ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്ത് കണ്ട് അദ്ദേഹം ഓക്കെയാണ്, അന്നെന്തോ സംഭവിച്ചു പോട്ടെ കല്ലിയൊല്ലി എന്ന് വിടാൻ നമുക്ക് പറ്റണം. എന്തായാലും ശരി, എല്ലാവർക്കും നന്മകൾ നേരുന്നു. വലിയ വിജയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. എല്ലാ വിജയത്തിൻ്റെ ലോകത്തും MI ലൈഫ് സ്റ്റൈൽ എൻ്റർ ലീഡർമാരുണ്ടാകും. പറഞ്ഞു പോയതിൽ എന്തെങ്കിലും പാളിയെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ തന്നെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇതിനെ തിരുത്തി പറഞ്ഞുതരാൻ നിങ്ങളെ ലീഡർമാരുണ്ടായിരിക്കും. ഇതൊക്കെ ഒരു ഹെഡിങ് മാത്രമായിട്ട് കണക്ക് കൂട്ടുക. വലിയ വിജയങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കാര്യം നമ്മളുടെ ഈ ഇൻഡസ്ട്രി അത്യാഭാരമായിരിക്കുന്ന ലോകത്തിലെ ഇതിഹാസം തീർത്ത ഇൻഡസ്ട്രിയാണ്. ഗ്ലോബൽ ഐക്കണാവാൻ തയ്യാറായിക്കോളൂ. അതിന് ഗ്ലോബലി ഉള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് സെറ്റാവട്ടെ, വിജയങ്ങളുണ്ടാവട്ടെ. ബെസ്റ്റ് വിഷസ് ഗോഡൈമൺ. എല്ലാ ആളുകൾക്കും നന്ദി പറയുന്നു. വീണ്ടും MC-യിലേക്ക് കൈമാറുന്നില്ല. പപ്പേട്ടൻ വളരെ സന്തോഷം. നിങ്ങൾ അദ്ദേഹം തായ്ലൻഡിൻ്റെ ഇതെടുക്കാൻ വേണ്ടി ഓടുകയാണ്. എന്താ പറയുക, നമ്മുടെ ഇന്ന് തന്നെ അദ്ദേഹം പാസ്പോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും സീരിയസ് ലീഡർമാരാണ്. നിങ്ങളൊക്കെ പെട്ടെന്ന് പാസ്പോർട്ട് ബുക്ക് ചെയ്തോ, ട്രൗസറും പാൻറ്റും വാങ്ങിക്കോ. തായ്ലൻഡിൽ കിടന്ന് ആടാനും പാടാനുള്ളതാണ്. തയ്യാറായിക്കോളൂ. നെക്സ്റ്റ് 25 വരുന്നുണ്ട്, തയ്യാറാവുക. ബെറി ബ്ലാസ്റ്റിൽ നമ്മളൊരു പൊളി പൊളിക്കും. ഓൾ ദി ബെസ്റ്റ്, നന്മകൾ നേരുന്നു. ഓക്കെ, ബൈ ബൈ, സി യു, ലവ് യു ഓൾ ഓഫ് യു.